السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ വളരെ പവിത്രമാക്കപ്പെട്ട മാസത്തിൽ, അതിലെ വിശിഷ്ടങ്ങളായ ശ്രേഷ്ഠകരമായ ദിവസത്തിൽ തന്നെ ഒരുപാട് അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. ഏറ്റവും നല്ല നന്ദിയുള്ള ദാസരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. പവിത്രമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അള്ളാഹുലേക്ക് ഏറെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഇഷ്ടം അള്ളാഹു അതിലെ ഓരോ പ്രവർത്തനങ്ങളോടും അള്ളാഹുവിനുണ്ടെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനം, ഈ ഒരുമിച്ചു ചേരൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ അമലുകളിൽ റബ്ബ് ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹജ്ജോളം വരുന്ന ചില കർമ്മങ്ങളെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങളുടെ മനസ്സും അവരുടെ ചിന്തകളുമൊക്കെ ആലോചനകളുമൊക്കെ പരിപാവനമായ കഅബത്തിങ്കലാണ്. നമ്മുടെ നാടുകളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമുക്കറിയാവുന്നവരും അറിയാത്തവരുമായി ലക്ഷോപലക്ഷം ഹാജിമാർ ഇന്ന് മക്കയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. 2-3 യൗമുത്തർവിയ മുതൽ 8-ാമത്തെ ദുൽഹിജ്ജ മാസത്തിന്റെ 8-ാമത്തെ ദിവസം മുതൽ, ബുധനാഴ്ച മുതൽ ഹാജിമാരെല്ലാവരും മിനായിലേക്ക് കുതിച്ചു പോകുന്ന ഏറ്റവും വലിയൊരു ജനപ്രവാഹം ആ ഒരു ദിവസത്തിൽ നമുക്ക് കാണാനാകും. ഹജ്ജ് എന്ന് പറയുന്നത് ഓരോ വർഷക്കാലത്തും വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു വലിയ മദ്രസയാണ്. ഒരു മദ്രസ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയൊരു ആരാധനയാണ്. അത് ഹാജിമാർക്കും ഹാജിമാരല്ലാത്തവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകളെ മാനിക്കാനും അനുസരിക്കാനുമുള്ള ഒരുപാട് നമ്മുടെ ചിന്താ മണ്ഡലങ്ങളെ ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഹജ്ജാകുന്ന ആ ഒരു വലിയ ഇബാദത്തിൽ നിലനിർത്തിയത് നമുക്ക് കാണാനാകും. ഹജ്ജിനെ കൊതിക്കാത്ത ഒരാളുണ്ടാവൂല. ഹജ്ജിനെ ആഗ്രഹിക്കണം, ഹജ്ജിനു വേണ്ടി പരിശ്രമിക്കണം. അതൊരു വിശ്വാസിയുടെ അവൻ്റെ നിർബന്ധമായ ബാധ്യതകളിൽപ്പെട്ടതാണ്. ഇസ്ലാം 5 പഞ്ചസ്തംഭങ്ങളിൽ ഉയർത്തി നിർത്തപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഷഹാദത്താണ് ആദ്യത്തേത്, അവസാനത്തേത് ഹജ്ജുമാണ്. ആ ഹജ്ജിന് അള്ളാഹിന്റെ പ്രവാചകൻ ഒരു പൂർത്തീകരണം പറഞ്ഞു, മൻ ഇസ്തതഅ ഇലൈഹി സബീല. ആ ഒരു ഹജ്ജിലേക്ക് സൗകര്യപ്പെട്ടവൻ, അതിന് മാർഗപ്പെട്ടവൻ, മാർഗം വന്നെത്തിയവൻ. ആ മാർഗം വന്നെത്തിയവന്റെ മേൽ ഷഹാദത്ത് പോലെ അത് നിർബന്ധമാണ്. 5 നേരത്തെ നമസ്കാരം പോലെ അത് നിർബന്ധമാണ്. റമദാനിലെ നോമ്പിനെ പോലെയും അതുപോലെ തന്നെ സക്കാത്തിനെ പോലെയും
കഴിവെത്തിയവന്റെ മേൽ ഹജ്ജ് എന്ന കാര്യം നിർബന്ധമാണ്. എന്താ കഴിവ്? സബീൽ, മാർഗം, സൗകര്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാനാകും. അതിനെ വളരെ സവിസ്തരം ഇസ്ലാമിക പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് കാണാം. റസൂലുള്ളാഹിയും സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക അനുചരന്മാരും അവിടെ ജീവിതത്തിലൂടെ ആ സബീൽ എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചവരാണ്. സമ്പത്ത് അല്ലെ, സാമ്പത്തികമായി ഒരു ശേഷി ഉണ്ടാവുക, ആരോഗ്യപരമായ ശേഷി ഉണ്ടാവുക, ബോധമുണ്ടാവുക, അതുപോലെ തന്നെ വേറെ എല്ലാ നിലക്കും സൗകര്യങ്ങൾ, യാത്ര എന്നുള്ള നിലക്കുള്ള സൗകര്യങ്ങളൊക്കെ അവനക്ക് ഉണ്ടായിത്തീരുക. അങ്ങനെയാകുമ്പോൾ അവന്റെ മേലെ ഹജ്ജ് നിർബന്ധമായി എന്നാണ്. പക്ഷെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ അതിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടി വരും. കാരണം ലോകങ്ങൾ, അതിർത്തികൾ നിശ്ചയിക്കപ്പെട്ടതാണ് രാജ്യം എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടക്കണമെങ്കിൽ എന്തുണ്ട്? ആ രാജ്യത്തിൻ്റെതായ നിയമങ്ങളും ആ രാജ്യത്തിൻ്റെതായ ചില നിഷ്കർഷിക്കുന്ന ചില ഔദ്യോഗികമായ അനുമതികളും ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ഒരാൾ എന്ത് ചെയ്യണം? ഈ സബീലിന്റെ കാര്യത്തിൽ കണക്കാക്കേണ്ടതാണ്. അവര് ആ രാജ്യം, സൗദി അറേബ്യ എന്ന രാജ്യം, ഹജ്ജിന് വേണ്ടി ഒരു തസ്രീഹും അനുമതി പത്രങ്ങളും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുള്ള ആളുകളുടെ മേലാണ് എന്താവുക? അത് നിർബന്ധമാവുക. സമ്പത്തുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ ഒരു കുഴപ്പമില്ല, അതിന് വാഹനവുമുണ്ട്, എനിക്ക് പാസ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിക്രമിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ എന്തല്ല? ബാധ്യസ്ഥനല്ല. കാരണം ഈ ഒരു അനുമതി പത്രം കൂടി അയാളുടെ മേൽ അനിവാര്യമാണ്. ഒരുപാട് ആളുകളെ കാണാം നമുക്ക് പണ്ട് മുതലേ. പലപ്പോഴും പോലീസിനെയും അതുപോലെ തന്നെ അവിടുത്തെ സൈനികരെയും അവിടുത്തെ നിയമപാലകരെയും ഒക്കെ കണ്ണുവെട്ടിച്ച് ഹജ്ജ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ. യഥാർത്ഥത്തിൽ അത് സ്വീകരിക്കപ്പെടുമോ സ്വീകരിക്കപ്പെടുകയില്ല എന്ന ചർച്ചകൾക്കപ്പുറം അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ദുരന്തങ്ങൾ, പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് തന്നെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, മിനായിലും മുസ്ദലിഫയിലും അതുപോലെ തന്നെ മറ്റു തിങ്ങിക്കൂടുന്ന ഇടങ്ങളിലുമൊക്കെ തിക്കും തിരക്കും കാരണം അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ഈ അന്തരീക്ഷത്തിന്റെ ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, അതുകൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ, ഇതൊന്നും അനുമതി പത്രമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റൂല? അതിന് വേണ്ട വിധം ഉപയോഗിക്കാനോ അതിന് വേണ്ട വിധം നിർവഹിക്കാനോ സാധിക്കൂല. അയാളെ തന്നെ കഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? എത്തും. മാത്രമല്ല അത് മറ്റുള്ള ആളുകൾക്കും ദുരിതമുണ്ടാക്കാൻ കാരണവുമാണ്. പരമാവധി അവിടെയുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ കുറച്ച് സുഖസുന്ദരമായി കഴിവുള്ളവനെ ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വർഷാവർഷം പുതിയ പുതിയ ഓരോരോ സൗകര്യങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രയാസം സൃഷ്ടിക്കൽ കൂടിയാണ് അത്തരം ചില പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ മുഴുവൻ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ, അഥവാ ഈ അനുമതി പത്രങ്ങളൊന്നുമില്ലാതെ ഔദ്യോഗികമായ ഒരു അംഗീകാരങ്ങളും ഇല്ലാതെ അല്ലെ അങ്ങ് പോയി ചെയ്യുന്ന ഹജ്ജുകളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഏതായാലും സബീല എന്നുള്ളതിനെ വിശദീകരിക്കുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വല്ലാതെ അതിനാഗ്രഹിക്കുന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജുമായി ബന്ധപ്പെട്ട് റബ്ബ് പറഞ്ഞ റബ്ബിന്റെ ചില കൽപ്പനകളാണ്. ഒരു ഹാജിക്ക് ലഭിക്കുന്ന പരിഗണനയാണ്, ഒരു ഹാജിക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ്. അതിങ്ങനെ കിട്ടുമ്പോൾ കൊല്ലം കൊല്ലം ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹമായിരിക്കും ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക. അല്ലെ, ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കൊല്ലവും എനിക്ക് അതിന് ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമെന്നാണ് വിശ്വാസി. പക്ഷെ ചില ആളുകളെ കാണാം അല്ലെ, ആരാധനകളോട് ഉള്ള സമീപനം അതൊരു അലസതയും മടിയുമാണെങ്കിൽ ഹജ്ജ് ഒരു പ്രയാസമാണ് എന്ന് കരുതി അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളെയും ലോകത്ത് കാണാം. അധ്വാനിക്കാൻ പ്രയാസപ്പെടുന്ന, അല്ലെ, വെയിൽ കൊള്ളാൻ മടി കാണിക്കുന്ന, അതല്ലെങ്കിൽ പൊടി പുരളാൻ മടി കാണിക്കുന്ന, അതുമല്ലെങ്കിൽ ദിവസങ്ങൾ ചെലവഴിക്കാൻ അലസത തോന്നുന്ന, സമ്പത്ത് ചെലവഴിക്കാൻ പിശുക്കു തോന്നുന്ന ആളുകൾ ഹജ്ജിൽ നിന്ന് തെന്നിമാറുന്നതും കാണാം. എന്നാൽ ഒരാളുടെ ഈമാനിന്റെ കറകളഞ്ഞ ഈമാനിന്റെ അടയാളമാണ് വർഷാവർഷവും ഹജ്ജ് ചെയ്യാൻ തനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കൽ. അത് ഈമാനിന്റെ ഭാഗം എന്ന് പറയാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ ഒരു സംഭവം എടുത്തു പറഞ്ഞു. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന. ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബേ, ഈ ഒരു നാടിനെ ആളുകൾക്ക് അങ്ങോട്ട് അവരുടെ മനസ്സുകൾ ചായുന്നൊരു ഇടമാക്കി തരണേ. തഹ്വി ഇലൈഹ, അവരുടെ അഫ്ഇദകൾ, അവരുടെ മനസ്സുകൾ ഈ ഒരു നാടിലേക്ക് ചായുന്ന മനസ്സാക്കി തരണേ. അഥവാ എപ്പോഴൊന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പോവാൻ തോന്നുന്ന ത്വര, ആ ഒരു ആഗ്രഹം, അതൊരു മുഅ്മിനിന്റെ മനസ്സിൽ കടന്നു വരുന്ന അവന്റെ അടയാളമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ രേഖപ്പെടുത്തിയത്. ഈ ലക്ഷോപലക്ഷം ഹാജിമാരിങ്ങനെ അറഫയിലും അതുപോലെ തന്നെ മിനയിലും മുസ്ദലിഫയിലൊക്കെ ഇങ്ങനെ തിങ്ങിക്കൂടുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു സത്യവിശ്വാസിക്ക് അതിൽ വന്നു ചേരാനുള്ള ആഗ്രഹം വരിക എന്ന് പറയുന്നത് നൈസർഗികമായ അവന്റെ വിശ്വാസത്തിൽ, നൈസർഗികവും അതുപോലെ തന്നെ വിശ്വാസപരമായ അവന്റെ ആഗ്രഹങ്ങളുമാണ്. ആ ആയത്തിനെ അങ്ങനെ വിശദീകരിക്കുമ്പോൾ അത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ
ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാജിക്ക് അള്ളാഹു നൽകുന്ന ചില പരിഗണനകൾ, അള്ളാഹു നൽകുന്ന ചില നേട്ടങ്ങൾ, ചില സൗഭാഗ്യങ്ങൾ, അത് ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും കേൾക്കുമ്പോൾ ഒരിക്കലും അങ്ങോട്ടേക്ക് പോവാതിരിക്കാൻ അവന്റെ മനസ്സെന്ത് ചെയ്യൂല, തയ്യാറാവില്ല. എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അതുമായി ബന്ധപ്പെട്ട് ഒരു ഹാജി അല്ലേ, ഹജ്ജും ചെയ്ത് അയാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആരെപ്പോലെയാൻ അല്ലെ, ഒരു പ്രസവിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ പോലെ, പിറന്നു വീണ ഒരു കുട്ടിയെപ്പോലെ, പാപങ്ങളില്ലാത്ത നിഷ്കളങ്കനായ ഒരാളായിട്ടാണ് അയാൾ മടങ്ങി വരുന്നതെന്നാണ്. മാത്രവുമല്ല, അറഫായിൽ തിങ്ങിക്കൂടുന്ന ഹാജിമാരെ മൂടിക്കൊണ്ട് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ പെരുമഴ പെയ്യുമെന്നാണ്. അള്ളാഹു അല്ലെ അവർക്ക് മുഴുവൻ പുറത്തു കൊടുക്കുന്നു എന്ന് പറയുന്നു. ലക്ഷോപലക്ഷം ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറയുമ്പോൾ അള്ളാഹു അഭിമാനത്തോടെ, അള്ളാഹു ഏറെ ഫഖ്റോടെ പറയുകയാണ്, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. റബ്ബിന്റെ മഗ്ഫിറത്തിന്റെ അതിവിശാലതയെ സൗഭാഗ്യമടയുന്നവരാണ് ഹാജിമാരെന്നാണ്. മാത്രമല്ല, അവർ ചെയ്ത ഓരോ കർമ്മങ്ങൾക്കും, അവിടെ നിർവഹിച്ച ഓരോ ചലനങ്ങൾക്കും അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ വാചാലനായിട്ടുണ്ട്. ആ ഹജ്ജിനെ ആഗ്രഹിക്കാനും, ആ ഹജ്ജിനെ കൊതിക്കാനും, ആ ഹജ്ജിന് വേണ്ടി പ്രാർത്ഥിക്കാനും വിശ്വാസികളായ നമ്മുടെ മനസ്സുകളെ എന്ത് ചെയ്യണം, പാകപ്പെടണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജ് ചെയ്ത ആളുകൾ ഉണ്ടാവും നമ്മളെ കൂട്ടത്തില്. ഹജ്ജ് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദരിക്കപ്പെടേണ്ടവനാ. കാരണം എന്താ, അള്ളാഹിന്റെ കൽപ്പനയെ അനുസരിച്ച ആളാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന് പ്രഖ്യാപിച്ചവൻ. എന്താ ലബ്ബൈക? റബ്ബേ, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തില്ല. റബ്ബിന്റെ വിളിയെ അനുസരിച്ചവനാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹ് പറഞ്ഞു, ജനങ്ങളെ വിളിക്കുക, ഹജ്ജിന് വേണ്ടി വിളിക്കുക. ഹജ്ജിന് വേണ്ടി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിളംബരം നടത്തിയാൽ മതി. ഇവരെന്ത് ചെയ്യും, എല്ലാ മലമ്പാതകളും താണ്ടി അവരെന്ത് ചെയ്യും, മക്കയിലേക്ക് കുതിച്ചെത്തുമെന്നാണ്. ഹാജിമാര് കുതിച്ചെത്തുമെന്നാണ്. റബ്ബിന്റെ കൽപ്പനയെ അനുസരിക്കുന്ന ആളുകളെ അവിടേക്ക് കുതിച്ചെത്തുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പനയെ മാനിക്കുന്നവരെ അവിടെ എത്തുള്ളൂ. ആ മാനിച്ചവരും അനുസരിച്ചവരുമാണ് ലബ്ബൈക് അല്ലാ എന്ന് പറഞ്ഞവൻ. അപ്പൊ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവൻ, ഉംറ ചെയ്യാൻ ഭാഗ്യം കിട്ടിയവൻ അള്ളാഹുവിനെ അനുസരിച്ചവനാണ്. അത് അയാളുടെ സവിശേഷതയാണ്. അള്ളാഹു അത്തരം ആളുകളുടെ ഹജ്ജുകൾ സ്വീകരിക്കട്ടെ അല്ലെ. അങ്ങനെ നമ്മളിൽ നിന്നൊക്കെ പോയ ആൾക്കാരുണ്ടാവും, അള്ളാഹു സ്വീകരിക്കട്ടെ. കൊതിക്കുന്നവരുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ അള്ളാഹു എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് എളുപ്പമാക്കി തരട്ടെ. എന്നാൽ വല്ലാതെ ആഗ്രഹിച്ച്, വല്ലാതെ പ്രതീക്ഷിച്ച്, വല്ലാതെ പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോൾ ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് ഒരായുസ്സിൽ. എത്ര ആളുകൾ അങ്ങനെ കടന്നുപോയി. വല്ലാതെ കൊതിച്ചവരുണ്ടായിരുന്നു. മദീനയിലെ ചില സഹാബികളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയാതെ പോയിട്ടില്ല. നബിയോടൊപ്പം ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമായിരുന്നു, ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. പ്രത്യേകിച്ച് മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം. കാരണം അട്ടിയോടിക്കപ്പെട്ടവരാണ്. തിരിച്ചു വീണ്ടും തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് അവർക്ക് പിറന്നു വീണ മണ്ണിലേക്ക് വൈകാരികമായുള്ളൊരു അതിനോടുണ്ടാവുന്ന ഒരു ഇഷ്ടം കൂടിയാണ്. പിന്നെ അത് ഹജ്ജിന് ഉള്ള യാത്രയാകുമ്പോൾ കൂടുതൽ അതിന് വൈകാരികത നിറയും. പക്ഷേ മദീനയിലെ അസുഖം കാരണം, അത് ചില തടസ്സങ്ങൾ കാരണം നബിയോടൊപ്പം ഹജ്ജിലേക്ക് വരാൻ കഴിയാതെ പോയ ആളുകൾ, അവരുടെ മനസ്സിന്റെ നിയ്യത്തുകൾ ഉണ്ടായിരുന്നു. അങ്ങേയറ്റത്തെ സത്യസന്ധമായ നിഷ്കളങ്കമായ അവരുടെ ഉദ്ദേശശുദ്ധി. ആ ഉദ്ദേശശുദ്ധിയെ മുൻനിർത്തി അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി അഖ്വാമ, മദീനയിൽ ചില ആളുകളുണ്ട്. മദീനയിൽ ചില ആളുകൾ ഇപ്പൊ അവിടെ ഉണ്ട്. ഹാജിമാരിങ്ങനെ യാത്രയിൽ നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി പറയാൻ, ഇപ്പൊ മദീനയിൽ കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ വന്ന നാട്ടില് അല്ലേ, അവരെ മാസിർത്തും സൈറൻ, നിങ്ങൾ സഞ്ചരിക്കുന്ന സഞ്ചാരപാതകളിൽ, അതുപോലെ തന്നെ നിങ്ങൾ താണ്ടിക്കടക്കുന്ന വല കതഅതും വാദിയ, നിങ്ങൾ താണ്ടിക്കടക്കുന്ന താഴ്വാരകളിൽ, ഇല്ലാ വഹും മഅക്കും, അവർ നിങ്ങളോടൊപ്പം ഇല്ലാതെയില്ല. ശരീരം കൊണ്ട് അവരില്ല, പക്ഷെ മനസ്സുകൊണ്ട് എന്താണ്, അവർ നിങ്ങളോടൊപ്പമാണ്. അവരുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമാണ് നിങ്ങൾക്കൊപ്പം അവരുണ്ടായിരുന്നെങ്കിൽ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ നബി വചനത്തെ മുഹദ്ദിസുകൾ മുഴുവൻ പറഞ്ഞു. നിയ്യത്ത്, സത്യസന്ധമായ ഉദ്ദേശശുദ്ധി, ഹജ്ജ് എന്ന കർമ്മം നിർവഹിക്കാൻ ഒരാൾ മനസ്സിൽ താലോലിച്ച് വളർത്തുന്നിടത്തോളം അയാൾ ഒരു ഹാജിയാണെന്നാണ്. ഒരു ഹാജിയുടെ പ്രതിഫലം അള്ളാഹു അയാൾക്ക് നൽകുമെന്നാണ്, ജീവിതത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും. പക്ഷേ ഹാജിയുടെ കൂലി എന്ന് പറയുമ്പോൾ ഹജ്ജ് ചെയ്തവർ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എന്തായാലും എന്തുണ്ട്, അള്ളാഹു പരിഗണനയും അള്ളാഹുവിൽ നിന്നുള്ള നേട്ടങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലങ്ങളുണ്ട്. പക്ഷേ ഹജ്ജിന്റെ കൂലി എന്ന് പറഞ്ഞത് അവർക്ക് ചെയ്യാതെ കിട്ടുന്ന പ്രതിഫലമാണ്. പക്ഷെ ചെയ്തവരും ചെയ്യാത്തവരും ഒരിക്കലും എന്തല്ല, സമമല്ല.
പക്ഷെ അവർക്ക് ഹജ്ജിന്റെ കൂലി അള്ളാഹു കൊടുക്കുമെന്ന് പറയുമ്പോൾ ചെയ്തവർക്ക് ലഭിക്കുന്ന അതേ സ്ഥാനവും അതേ പദവിയും ലഭിക്കുമെന്ന് പറയുന്നത് അള്ളാഹു ആലം. പക്ഷെ അള്ളാന്റെ റസൂല് പറഞ്ഞു അവർ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെന്താണ്? ഹജിമാരാണ്. ഹജ്ജിന്റെ കൂലി അവർക്കുണ്ട്, ചെയ്യാതെ തന്നെ കിട്ടി. അപ്പൊ ഹജ്ജ് എന്ന കർമ്മം പണമൊക്കാത്തവൻ, ആരോഗ്യം കൊണ്ട് അവിടെ എത്തിപ്പെടാൻ കഴിയാത്തവൻ, ഇനി അതല്ലെങ്കിൽ മറ്റുള്ള അനുമതി പത്രങ്ങളുടെ നൂലാമാലകളിൽ കെട്ടിക്കുടുങ്ങിയവൻ, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വന്ന് അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്തവൻ, അവന്റെ മനസ്സിൽ അതിയായ ആഗ്രഹമാണ്, അതിയായ ഇഷ്ടമാണ്, അതിയായ ഉദ്ദേശമാണ്, ഈ വർഷം എനിക്ക് ഹജ്ജ് ചെയ്യണമെന്നെങ്കിൽ അയാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിലും അയാൾക്ക് ഹജ്ജ് ചെയ്തവന്റെ കൂലിയാണ് ആര് സമ്മാനിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കുന്നതെന്ന. അതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ മരിളൽ അബ്ദു, അള്ളാന്റെ ഒരു ദാസൻ അസുഖം വന്നു. അസുഖം സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാവും. അസുഖമില്ലാത്തവരാരും ദുനിയാവിലുണ്ടാവില്ല അല്ലേ? ആ അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖത്തെ ശപിപ്പിക്കുന്നവൻ അള്ളാഹുവാൻ. റബ്ബ് പറയുന്നു, എന്റെ ഒരു ദാസൻ അവന് അസുഖം വന്നു, ഔ സാഫർ, അതല്ലെങ്കിൽ അവന് വേറെ എവിടേക്കെങ്കിലും യാത്ര പോയി. അങ്ങനെ യാത്ര പോയി കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു മാ കാന യഅമൽ, അവൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനത്തിന്റെ അതേ പ്രതിഫലം ചെയ്യാതിരിക്കുന്ന കാലത്തും അള്ളാഹു അയാൾക്ക് നൽകുമെന്നാണ്. ഇത് നമ്മൾ കൊറോണ കാലത്ത് കേട്ട ഒരു ഹദീസാണ്. അഥവാ 5 നേരം പള്ളിയിൽ നിന്ന് ജമാഅത്ത് നിർവഹിച്ച ആള് കൊറോണ കാലം പള്ളി മുഴുവൻ പൂട്ടി. അള്ളാഹ് എനിക്ക് എന്റെ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക വേണ്ട. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു കാരണങ്ങളെ അത് നിർവഹിച്ച ഒരാളാണെങ്കിൽ തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യൂല? അയാളുടെ ആ ഒരു പ്രവർത്തനത്തെ അള്ളാഹു ഒരിക്കലും പാഴ്വിലാക്കൂല. കാരണം അയാൾ ചെയ്യുന്ന ആളാണ്. അയാളുടെ ഉദ്ദേശശുദ്ധി ചെയ്യണമെന്നുള്ള നിലക്ക് തന്നെയാണ്. ചെയ്യുമെന്നുള്ള ഉദ്ദേശശുദ്ധി ഉള്ളിടത്തോളം ചെയ്തവനെ പോലെയാണ് അള്ളാഹു എന്ത് ചെയ്യുക? അയാളെ കണക്കാക്കാൻ. അതേപോലെ തന്നെ അത് എന്താണ്, ഏതുപോലെ നാട്ടിൽ നിൽക്കുന്ന ആരോഗ്യവാനായ ഒരാൾ നിർവഹിക്കുന്ന അതേ പ്രതിഫലം അയാൾക്കത് ലഭിക്കുന്നു റസൂലുള്ളാഹി പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഹദീസും അതിന് തെളിവാൻ. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇല്ലാ വഹു മഹക്കും ഹബസഹുമുൽ ഉദുറു, മദീനക്കാർക്ക് തടസ്സം നേരിട്ടത് എന്താണ്? ചില കാരണങ്ങളാണ്. അസുഖമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളാകാം. ആ തടസ്സം കാരണം വരാതെ പോയതാ. പക്ഷെ അവരുടെ ഉള്ളിൽ എന്തുണ്ട്? ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഉള്ളിടത്തോളം അള്ളാഹു അവർക്ക് ഹജ്ജിന്റെ കൂലി നൽകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ഉദ്ദേശ ശുദ്ധികളെ നന്നാക്കിക്കൊണ്ടിരിക്കുക. ഓരോ കൊല്ലം വരുമ്പോഴും ഈ കൊല്ലം എനിക്ക് ഹജ്ജ് ചെയ്യണം, അതിനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുക, ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ശ്രമം ചിലപ്പോൾ എന്താകും? അത് വിജയിക്കണമെന്നില്ല. പക്ഷെ ഉള്ളിൽ അതിയായ ആഗ്രഹങ്ങൾ പലരെയും ആ നാട്ടിലേക്ക് എത്തിച്ചതിന്റെ കഥകൾ ഈ കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ആമിർ ഖദ്ദാഫി എന്ന ചെറുപ്പക്കാരൻ ലോകം മുഴുവൻ ഫേമസ് ആണ് അല്ലേ? 2 തവണ പോയ വിമാനം അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി 3ാമതൊരിക്കൽ കൂടി ആ നാട്ടിൽ ലാൻഡ് ചെയ്തെങ്കിൽ, അയാളെയും എടുത്തത് പറന്നു പോയെങ്കിൽ പലരും അതിൽ കുറിച്ചു വെച്ച ചില വരികളുണ്ട്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചത് തടയാൻ ആർക്കും കഴിയൂല. അള്ളാഹു തടഞ്ഞ കാര്യം നൽകാൻ ഒരാൾക്കും കഴിയൂല. 5 നേരം നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വരിയുടെ ആഴവും പരപ്പും ആ ഒരു കുഞ്ഞു മനുഷ്യന്റെ കുഞ്ഞു ചിത്രം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ മനസ്സിലെ ഉദ്ദേശ ശുദ്ധികളെ നന്നാക്കുക. ഏതൊരു കർമ്മവും, അത് ഹജ്ജ് എന്നല്ല, ഏതൊരു കർമ്മത്തിലും അത് ഞാൻ നിർവഹിക്കുമെന്നുള്ള രീതിയിൽ നമ്മുടെ ഉദ്ദേശ ശുദ്ധികളെ നന്നാക്കിയാൽ അള്ളാഹു അതേ കൂലി നൽകുമെന്നാണ്. അപ്പോ ഹജ്ജ് ചെയ്യാത്തവൻക്കും അള്ളാഹു ഹജ്ജിന്റെ കൂലി കൊടുക്കും. എന്തുണ്ടെങ്കിൽ നിയ്യത്ത് സത്യസന്ധമാണെങ്കിൽ, നിയ്യത്ത് ശുദ്ധമുള്ളതാണെങ്കിൽ. മറ്റേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിൽപ്പെട്ട ഇവനെ ഇസ്രായേലിലെ ഒരാള് ഒരു വലിയ കുന്നിങ്ങനെ കണ്ടു എന്നാണ്. അയാൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു വലിയ കുന്ന് കണ്ടു. കാരണം അന്ന് വല്ലാതെ പട്ടിണി ആ നാട്ടിൽ ഇങ്ങനെ പട്ടിണി വ്യാപിച്ച സമയത്ത് അയാൾ പറഞ്ഞു, ആ കുന്ന് മുഴുവൻ എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് മുഴുവൻ ഈ പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ. അന്നേരം അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാൻ പറഞ്ഞു അത്രേ, അയാളുടെ സദക്ക അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. അയാളുടെ സദക്ക, അതായത് കൊടുക്കുന്നു പറഞ്ഞിട്ടുള്ളൂ. കാരണം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ ചെലവഴിക്കുന്നു പറഞ്ഞാൽ അതിനെ സദക്കയായി റബ്ബ് സ്വീകരിച്ചു എന്നാൻ. ചില മുഹദ്ദിഥീങ്ങൾ അതിനെ ഇസ്രായേലിയാത്തുകളിൽ ഉൾപ്പെടുത്തിയെങ്കിലും പലപ്പോഴും ഉദ്ദേശ ശുദ്ധികളെ നന്നാക്കാൻ വേണ്ടി ഇത്തരം സന്ദർഭങ്ങളെ റിവായത്ത് ചെയ്യുന്നത് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഉദ്ദേശം ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഏതൊരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുക ഉദ്ദേശ ശുദ്ധിക്കനുസരിച്ചാണ്. ചിലപ്പോൾ ചെറിയ അമല് മതി, ഉദ്ദേശം നന്നായാൽ അതിന് വലിയ പ്രതിഫലമാണ്. ചിലപ്പോൾ വലിയ അമലുകൾ ഉണ്ടാവും, ഉദ്ദേശം ശരിയല്ലെങ്കിൽ അതിനൊരു കൂലിയുമില്ല. ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെ, നിയ്യത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ അതിന് വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവൻ എഴുതി തുടങ്ങിയപ്പോ ആദ്യം കുറിച്ചു വച്ച നബി വചനം എന്താണ്? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. ഇത് മനപ്പാടില്ലാത്ത ആളുകൾ സുപരിചിതമാകും. കാരണം എല്ലാ ഗ്രന്ഥങ്ങളുടെയും
തുടക്കത്തിൽ അതാൻ. പ്രിയപ്പെട്ടവരെ, പവിത്രമായ ഈ ഒരു മാസത്തിൽ ആ ഒരു ഉദ്ദേശ ശുദ്ധിയോടി നിൽക്കുന്ന എത്ര ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ പ്രതിഫലം നൽകുന്നത്, അല്ലേ? പക്ഷെ അതേ കൂലി ഹാജിമാര് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ കൂലി അത് വേറെ തന്നെ. പക്ഷെ ഈ ഉദ്ദേശത്തിന് കൊടുക്കുന്ന കൂലിയും അള്ളാഹു എന്ത് ചെയ്യൂല, അതിലൊരു തരി കുറവ് വരുത്തൂല എന്നൊക്കെ കാണാൻ കഴിയും. ഇനി ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി കൂടിയാണ്, ഒരു ഹജ്ജിന്റെ കൂലി നേടിയെടുക്കാൻ വളരെ എളുപ്പമുള്ള കുറെ അമലുകൾ അള്ളാഹിന്റെ റസൂല് പരിചയപ്പെടുത്തി. വലിയ സമ്പത്തിന്റെ ആവശ്യമില്ല, വലിയ ആരോഗ്യത്തിന്റെ ആവശ്യമില്ല, വലിയ പാസ്പോർട്ടിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു വിമാനം കയറി പോകേണ്ട ഒരു കാര്യമില്ല. സ്വന്തം നാട്ടില് അതിഞ്ഞി കിടക്കപ്പായിലാണെങ്കിലും, ഇനി അതല്ലെങ്കിൽ തനിക്ക് കയ്യും കാലും തളർന്നു കിടക്കുന്ന രോഗശയ്യയിലാണെങ്കിലും അവൻക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഹജ്ജോളം കൂലി ലഭിക്കുന്ന ചില പ്രവർത്തനങ്ങളെ അള്ളാഹുവിന്റെ റസൂല് പറയാതെ പോയിട്ടില്ല. ഇതൊക്കെ എന്തിനാ? ഈ കൂലി ഇങ്ങനെ വാങ്ങാനാണ്. കൂലി ഇങ്ങനെ വാങ്ങി നാളെ സ്വർഗത്തിൽ നേരത്തെ എത്താനാണ്. ആദ്യം സ്വർഗത്തിലെ എത്തലാരായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമന്റെ ഉമ്മത്താൻ. നമ്മൾ ആലോചിക്കുക, നമുക്ക് മുമ്പേ കുറെ ആയുസ്സുള്ള ആളുകൾ ലോകത്ത് കടന്നുപോയി, 1000 അതുപോലെ തന്നെ അല്ലെ 100 ചില്ലാൻ വർഷങ്ങളോളം ജീവിച്ച ആളുകൾ. പക്ഷെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമന്റെ ജീവിതം നോക്കി, ആദ്യം നബി തങ്ങൾ സ്വർഗത്തിൽ കടന്നിട്ടേ ബാക്കിയുള്ള അമ്പിയാക്കളും മുഴുവൻ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ, ബാക്കിയുള്ള സമുദായം മുഴുവൻ കടക്കുകയുള്ളൂ. മാലിക് അല്ലെ റിദ്വാൻ എന്ന് പറയുന്ന സ്വർഗീയ കാവൽക്കാരന്റെ ചോദ്യമാണ് വാതിലിൽ വന്ന് മുട്ടുമ്പോ ആരാ? മുഹമ്മദ് എന്ന് പറയുമ്പോ അതിന്റെ കവാടം തുറക്കപ്പെടുമെന്നാണ് റസൂലുള്ള അഭിമാന പുരസ്സരം പറയാറുണ്ട്. ഞാൻ ചെന്ന് മുട്ടിയാലേ ആ വാതിൽ തുറക്കപ്പെടുകയുള്ളൂ എന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, നഹ്നു അൽ അവ്വലൂന വൽ ആഖിറൂൻ, നമ്മൾ ആദ്യക്കാരാൻ, നമ്മൾ അവസാനക്കാരുമാണ്. ദുനിയാവിൽ അവസാനമാണെങ്കിലും നാളെ പരലോകത്ത് നമ്മൾ ആദ്യക്കാരാൻ, സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കപ്പെടുന്നവർ എന്നുള്ള അർത്ഥത്തിൽ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രായം 63 വയസ്സായിരുന്നു. അതിൽ നുബുവത്തിന് ശേഷം കേവലം 23 വർഷം. ആ 23 വർഷക്കാലങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലമാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്, അല്ലേ? മാത്രവുമല്ല, മറ്റമ്പിയാക്കൾക്ക് 1000 ചില്ലാ വർഷങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് അള്ളാഹു നൽകുന്ന ചില കാരുണ്യമുണ്ട്. ചില അമലുകൾക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ. ചില അമലുകൾക്ക് അള്ളാഹ് കൂലിയും പറഞ്ഞിട്ടില്ല, അതിവിശാലമായ കണക്കില്ലാത്ത പ്രതിഫലവും പറഞ്ഞു. ചില അമലുകൾക്ക് അള്ളാഹു ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ, അഥവാ ചിലത് ഉദ്ദേശിച്ചാൽ മതി അപ്പൊ തന്നെ നന്മയായി റബ്ബ് രേഖപ്പെടുത്തുന്നു, അല്ലെ? അത് ചെയ്തു കഴിഞ്ഞാൽ 10 ഇരട്ടിയായി അതിനെ രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന ആദരവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഉമ്മത്തിനെ റബ്ബ് പരിഗണിക്കുന്ന പരിഗണനകളാണ്. അതാണ് ഈ പറഞ്ഞത്, ഒരു കിടക്കപ്പായ കടന്നിട്ട് അതല്ലെങ്കിൽ അസുഖം വന്ന് ബുദ്ധിമുട്ടി നാവ് മാത്രമേ ചലിക്കുന്നുള്ളൂ എങ്കിൽ ആ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില അമലുകളുണ്ട്, ഹാജിയോളം വരുന്ന പ്രതിഫലം നേടാൻ, അല്ലെ? അറഫായിലും അതുപോലെ തന്നെ മിനായിലും മുസ്ദലിഫയിലും എത്ര അടങ്ങാറുണ്ട് ഹജ്ജ് നിർവഹിക്കാൻ. അറഫ, പ്രത്യേകിച്ച് ഈ ഒരു അറഫ, കഴിഞ്ഞൊരു അറഫ ഈ ഒരു അറഫയും ഉഷ്ണമാണ്, അത്യുഷ്ണമാണ്, വല്ലാത്ത ചൂടാണ്. മാത്രമല്ല ആ പൊടിയും ചൂടും കൊണ്ട് എല്ലാവരും അവിടെ ഇങ്ങനെ ചെലവഴിക്കാന്ന് പറയുമ്പോൾ ഏറെ പ്രയാസമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മദ്രസയിലെ കുട്ടികൾക്ക് ഒരു ഹജ്ജിന്റെ ഒരു രൂപം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. 10 മിനിറ്റ് അവരെ പുറത്തേക്ക് കൊണ്ട് നിർത്തി. അവര് അറഫന്റെ ഒരു സ്ഥലം ഇങ്ങനെ എഴുതി സ്റ്റിക്കർ ഒട്ടിച്ച് നിൽക്കാനുള്ള ഏരിയ എന്നുള്ള നിലയ്ക്ക് കാണിച്ചു കൊടുത്താൽ. പക്ഷെ ഇവരെ കൊണ്ടുവന്നിട്ട് 10 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്കും മുഖമൊക്കെ അങ്ങോട്ട് ചോന്ന് ആകെ പ്രയാസപ്പെട്ട് ഉസ്താദ് നമ്മൾ ക്ലാസ്സിൽ തന്നെ പോകാന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു കുട്ടി ചോദിക്കണം, 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ചോദിക്കാണ്, അറഫയില് എത്ര നേരം നിൽക്കണം? 10 മിനിറ്റ് നിന്നാ മതിയോ? ഇല്ല, അതൊന്നും പോരെ. അവത്ര അല്ലെ ഷുറൂക്ക് മുതൽ സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? സൂര്യൻ ഉദിച്ചതിന് ശേഷം മിനായിൽ നിന്ന് പോയി തുടങ്ങാണ് അറഫയിലേക്ക്, അല്ലെ? ആ അറഫയില് സൂര്യോദയം മുതൽ എവിടെ വരെ? സൂര്യാസ്തമയം, ഉറൂബ് വരെ എന്നാണ്. ഉറൂബ് വരെ എങ്ങനെ നിൽക്ക ചൂടത്ത്, അല്ലെ? ഞാൻ തണുപ്പ് കാലത്തെ പോവുള്ളൂ എന്ന് പറഞ്ഞൊരുത്തൻ. പക്ഷെ നോക്കിയ ആ സമയത്ത് ചിലപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഫീൽ ഉണ്ടാവണമെന്നില്ല. മാനസികമായും അയാളുടെ എല്ലാ ചിന്തകളും അള്ളാഹുവും ഞാനും എന്നുള്ളതിൽ അവിടെ ഒരു ചൂട് പ്രശ്നമാവൂല, അത് ചിലപ്പോൾ അങ്ങനെ തോന്നിക്കൂല. പക്ഷേ നോക്കി എത്ര പ്രയാസാൻ. കഴിഞ്ഞ തവണത്തെ ഹജ്ജിന്റെ റിപ്പോർട്ടുകൾ നമ്മളിങ്ങനെ എടുത്ത് വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട ഹജ്ജായിരുന്നു വന്ന് ചില ആളുകൾ രേഖപ്പെടുത്തി. അധികവും ഹജ്ജിൽ തിക്കും തിരക്കും കാരണം ആളുകൾ മരണപ്പെടുക ഈ റമ്യന്റെ സ്ഥലത്താണ്, ഏറടക്കണോടത്താണ്. പക്ഷെ കഴിഞ്ഞ തവണ ഏറടക്കണോടത്തൊന്നും ആയിരുന്നില്ല അത്രേ. പലപ്പോഴും അല്ലെ ചൂട് കാരണം അതിനെ താങ്ങാനുള്ള ശേഷിയില്ലാതെ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് കാരണം പലരും മരണപ്പെട്ടതായിട്ട് കാണുന്നു. അള്ളാഹു അവർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ. നാളെ അങ്ങനെ ഒരാൾ ഹിറാമിൽ വരച്ചു കഴിഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ്. എന്നാ മരിക്കട്ടെ എന്ന് കരുതി എന്ത് ചെയ്യാൻ പറ്റില്ല, ആഗ്രഹിച്ചു പോകാനും പാടില്ല. ഒരിക്കലും മരണം ചെയ്യാൻ പാടില്ല, വിളിച്ചു വരുത്താനുള്ള സംഗതിയുമല്ല. പക്ഷെ അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞവൻ നാളെ പരലോകത്ത് വരും. എങ്ങനെ വരിക?
ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അള്ളാന്റെ റസൂല് പറഞ്ഞു മുലബ്ബിയൻ. നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ഇവരാരാൻ? ഹജ്ജിൽ മരണപ്പെട്ടവരാ, അല്ലെങ്കിൽ ഉംറയിൽ ഇഹ്റാമിലായിരിക്കെ മരണപ്പെട്ടവരാൻ. അവർക്ക് അള്ളാഹു നൽകുന്ന ആദരവാൻ, അള്ളാഹു നൽകുന്ന പരിഗണനയാൻ. ആ ഹജ്ജ് എന്ന കർമ്മം നിർവഹിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര ദിവസത്തിന്റെ എടുങ്ങാറാൻ, എത്ര ദിവസത്തിന്റെ എഫേർട്ടാണ്. അള്ളാന്റെ കൽപ്പനക്കനുസരിച്ചിട്ടാണ് നമ്മളെ മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും റബ്ബിനനുസരിക്കുക എന്നുള്ളതിൽ ഇങ്ങനെ കൂട്ടിയിടുന്ന ചില സുന്ദര നിമിഷങ്ങൾ, ചില സുന്ദര ദിനങ്ങൾ. യൗമുത്തർവിയ മുതൽ മനുഷ്യരിങ്ങനെ അധ്വാനിക്കാൻ സഫയിൽ ഇങ്ങനെ കടന്നോടുന്നു, സഫയിലും മറുവയിലും അതുപോലെ തന്നെ മതാഫിലും. അത് കഴിഞ്ഞ് മിനയിൽ നിന്ന് അറഫയിലേക്ക് അല്ലെ, ആ പോകുന്ന പോക്കിൽ. എന്നാൽ ആദ്യം അറഫയിലിന്റെ മുന്നേ മുസ്ദലിഫ കയറട്ടല്ല, വഴിയിൽ തന്നെ മുസ്ദലിഫ. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ആദ്യം എടുക്ക് പോകും, അറഫയിൽ പോകും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ? മുസ്ദലിഫയിലേക്ക് വരുള്ളൂ. റൂട്ടിലാണ്, ഇടയിലാണ്. പക്ഷെ നബി പഠിപ്പിച്ച അതേ പാഠങ്ങളെ അതേപോലെ തുടരുന്നത്, അത് എത്ര കഷ്ടപ്പെട്ടിട്ടാലും അള്ളാഹ് പറഞ്ഞോ ഞാൻ അനുസരിക്കാൻ റെഡിയാൻ, റസൂല് കാണിച്ചോ ഞാൻ അതിന് ബാധ്യസ്ഥനാൻ എന്നുള്ള ചിന്തകളിൽ അയാൾ എന്ത് ചെയ്യാൻ? അയാൾ കഷ്ടപ്പെടാൻ. ആ കഷ്ടപ്പാടിന്റെ പ്രതിഫലം അസുഖം വന്ന് നാവ് മാത്രം ചലിക്കുന്ന നിമിഷങ്ങളിൽ ചില ആളുകൾക്ക് അതിന്റെ കൂലി കിട്ടുമെന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ റസൂല് എത്ര കാരുണ്യമാണ് നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ അതേതാ കൂലി? ദിക്റാൻ, ദിക്റുള്ള ഒരു ഹാജിന്റെ കൂലി എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കോ? ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സ്വഹാബത്ത് വളരെ പരാതി വന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആരാണ്? പ്രത്യേകിച്ച് പാവങ്ങളായ ചില സഹാബികൾ. അവർ വന്ന് പറയും, റസൂലേ ദഹബ അഹ്ലുദ്ദുസൂർ, പൈസക്കാര് പണക്കാര് അവരെല്ലാ കൂലിയും കൊണ്ടുപോയി, ഞങ്ങൾക്കൊന്നുമില്ലല്ലോ, എല്ലാ കൂലിയും അവരാണല്ലോ കൊണ്ടുപോയത് റസൂലെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്ത് കുറച്ച് ഫുഖറാക്കൾ വന്നു. ജാഅൽ ഫുഖറാഉ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലു ദഹബ അഹ്ലുദ്ദുസൂരി മിനൽ അംവാലി ബിദ്ദറജാതിൽ ഉലാ വന്നഈമിൽ മുഖീം. എന്നെന്നും നിലകൊള്ളുന്ന സ്വർഗവും അത്യുന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്ന പദവികളും അതുപോലെ തന്നെ വലിയ സമ്പത്തും ഒക്കെ കൊണ്ട് ആര് പോയി? സമ്പന്നര് കടന്നുപോയി റസൂലെ. യുസല്ലൂന കമാ നുസല്ലി, അവര് നമസ്കരിക്കുന്നു ഞങ്ങളും നമസ്കരിക്കുന്നു. വയസൂമൂന കമാ നസൂമു, അവര് നോമ്പോൽക്കുന്നു ഞങ്ങളും നോമ്പോൽക്കുന്നു. വലഹും ഫദുലും, എന്നാൽ അവർക്ക് ചില ശ്രേഷ്ഠതകളുണ്ട്, കാരണം അവർക്ക് സമ്പത്തുണ്ട് അല്ലെ. വലഹും ഫദുലും മിൻ അംവാലിൻ, സമ്പത്ത് എന്ന ഫദല് മുതൽ അവർക്കുണ്ട്. യഹുജ്ജൂന ബിഹാ വയഅ്തമിറൂൻ, ആ സമ്പത്ത് കൊണ്ട് അവർ ഹജ്ജ് ചെയ്യുന്നു, അവർ ഉംറ നിർവഹിക്കുന്നു. വയുജാഹിദൂന വയതസദ്ദഖൂൻ, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നു. അവരാ സമ്പത്ത് ഇങ്ങനെ ധർമ്മവും ചെയ്യുന്നു. ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ, ഇതൊന്നും ഞങ്ങൾക്ക് ലഭ്യമാകുന്നില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഉഹദ്ദിസുകും ബി അംരിൻ ഇൻ അഖസ്തും ബി അദ്റക്തും മൻ സബഖക്കും വലം യുദ്രികുകും അഹദും ബഅദകും. ഞാൻ ചില കാര്യത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, പഠിപ്പിച്ചു തരട്ടെ. നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ മുൻകടക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ശേഷക്കാരും നിങ്ങളെ മുൻകടക്കുകയുമില്ല ഈ ഒരു പ്രവർത്തനം ചെയ്താൽ. ആരല്ലാതെ? ഇല്ലാമൻ അമില മിസ്ലഹു, ഇതേപോലെ ആളുകൾ വേറെ ആരെങ്കിലും ചെയ്താൽ അവര് മുൻകടക്കും, വേറെ ആരും ചെയ്യൂല, നിങ്ങളെ മുൻകടക്കൂല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ആവേശം പൂണ്ട് ആർത്തി പൂണ്ട് ആ സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ പറഞ്ഞു താ, ഏതാണ് അമല്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തുസബ്ബിഹൂൻ, സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിക്കോ, സുബ്ഹാനല്ലാഹ്, വതഹ്മദൂൻ, അൽഹംദുലില്ലാഹ് എന്ന് പറ, വതുകബ്ബിറൂൻ, ല്ലേ, അല്ലാഹു അക്ബർ എന്ന് പറ എന്ന് പറഞ്ഞപ്പോ ഖൽഫ കുല്ലി സലാത്തിൻ, എല്ലാ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയണം. വേറെ ചില റിവായത്തിൽ റസൂലുള്ളാഹിന്റെ എണ്ണം പറഞ്ഞു കൊടുത്തു, സലാസം വസലാസീൻ, ല്ലേ, 33 നിലക്ക് എല്ലാ നിസ്കാരത്തിന് ശേഷം ഇതിനെ ചൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പക്ഷേ ആ ഒരു സംഭവം ഉണ്ടായപ്പോഴും സ്വഹാബത്ത് പറഞ്ഞു അവരതും കൊണ്ട് ചെല്ലാൻ വേണ്ടി പോയി. അതും എന്ത് ചെയ്യുന്നു? അതും സമ്പന്നരായ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ദാലിക ഫളുലുല്ലാഹ് യുതീഹി മയ്യശാ, അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ചില ആളുകൾക്ക് അള്ളാഹ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നവന്റെ ഔദാര്യമാണ്. പക്ഷെ ഇവിടെ റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു പാഠമുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നീ എല്ലാ നമസ്കാരത്തിന് ശേഷവും ചെയ്യുന്നത് എന്താണ്? ഈ ഹജ്ജ് നേടിയെടുക്കുന്നത് പോലെയാണ്. അവർ സമ്പത്ത് കൊണ്ട് ഹജ്ജ് നിർവഹിക്കുന്നത് പോലെയാണ്, ഉംറ നിർവഹിക്കുന്നത് പോലെയാണ്. എത്ര ആൾക്കാരായി ഇതിൽ ഇത്ര ഗൗരവത്തിൽ അതിനെടുക്കാറുള്ളത്? സലാം പൊട്ടും ചാടിപ്പോരും, അല്ലെങ്കിൽ സലാം പൊട്ടും വേറെ തിരക്കായിരിക്കും. പക്ഷെ ഹജ്ജിന്റെ കൂലി 5 വക്ത് തറിയുമ്പോ ഒരു ദിവസം 5 നേരം അല്ലെ. അതുപോലെ തന്നെ അതിനെങ്ങനെ കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലം
അതുപോലെ തന്നെ 10 കൊല്ലം ഒക്കെ ഹജ്ജ് ചെയ്യാനുള്ള എത്ര പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സംഭവത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫളിലുള്ള ദിവസം അയ്യാമു അൽ അശ്രി ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം ഏറ്റവും കൂടുതൽ റസൂൽ ചെയ്യാൻ പറഞ്ഞ എന്താ? വയദ്കുറുസ്മല്ലാഹ അലൈഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, അള്ളാഹിന്റെ നാമം ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രകീർത്തിക്കുക എന്ന് അള്ളാഹ് പറഞ്ഞു. റസൂലുള്ളാഹ് പറഞ്ഞു ഈ ആദ്യത്തെ 10 നിങ്ങൾ എന്ത് ചെയ്യണം? ധാരാളമായി അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. തുസബ്ബിഹു, നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക, അല്ലെ? അള്ളാഹുവിനെ അൽഹംദുലില്ലാ പറയുക, അള്ളാഹു അക്ബർ എന്ന് പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വെറുതെ നിൽക്കണ്ട, നിമിഷങ്ങളെ നിർഭരമാക്കുക, ദിക്റുകൾ കൊണ്ട് നിർഭരമാക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു നൽകുന്ന പ്രതിഫലം അതിവിശാലമാണ്. ഇപ്പൊ 2 കാര്യം നമ്മൾ പറഞ്ഞു. ഒരു നിയ്യത്തുണ്ടായാൽ ചെയ്യാതെ തന്നെ കൂലിയാണ്. രണ്ടാമത്തെ കാര്യം എന്താ? തസ്ബീഹുകളും ദിക്റുകളും 5 നേര നമസ്കാരങ്ങൾക്ക് അനന്തരം നിർവഹിക്കുന്നത് ഹാജിമാരുടെ ഫളിൽ നേടിയെടുക്കാൻ കാരണമാകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് മൻ സല്ലാ സ്വലാത്ത സുബ്ഹി ഫി ജമാഅ, ഒരാള് ജമാഅത്തായിട്ട് സുബ്ഹി നമസ്കരിച്ചു, എന്നിട്ട് പള്ളിയിൽ തന്നെ അയാൾ എന്ത് ചെയ്തു? ഇരുന്നു. ഏതുവരെ? സൂര്യോദയം വരെ അയാൾ ഇരുന്നു. സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിച്ചതിന് ശേഷം അയാൾ 2 റക്അത്ത് നമസ്കരിച്ചു. അയാൾക്ക് പരിപൂർണമായ ഹജ്ജിന്റെ പ്രതിഫലം എന്ന് രേഖപ്പെടുത്തി. ഹസൻ എന്നുള്ള രീതിയിലാണ് മുഹദ്ദിസുകൾ ചില മുഹദ്ദിസുകൾ അതിനെന്ത് ചെയ്യുന്നത്? അതിന്റെ ഹുക്മ പറഞ്ഞത്. ഹസൻ എന്ന ഹദീസ് സ്വീകാര്യമാണ്, എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഹസനിലും താഴെയാണ് എന്നുള്ള നിലക്ക് ദുർബലമായ ചില റിവായത്താണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെയൊക്കെ മൊത്തത്തിൽ ആ പണ്ഡിതന്മാരുടെ മുഹദ്ദിസുകളുടെ ചർച്ച മുഴുവൻ നോക്കുമ്പോൾ മനസ്സിലാകും മറ്റു ചില റിവായത്തുകളിൽ നിന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചതായിട്ട് കാണാം. എന്നാൽ അതിലെ പ്രതിഫലം പറഞ്ഞപ്പോൾ, ഹജ്ജിന്റെ പരിപൂർണ കൂലി എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യുന്നു? തർക്കം നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാലും നമ്മളെ ഉസ്താദുമാരൊക്കെ വിശദീകരിക്കാറുണ്ട്, ഈ ഒരു കാര്യത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് ഒരു ഹജ്ജിന്റെ കൂലി ചോദിച്ചാൽ റബ്ബ് ചെയ്യൂല, അത് തള്ളിക്കളയണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ചിലപ്പോ അയാൾക്ക് ഹജ്ജിന്റെ കൂലി കൊടുത്തെന്ന് വരാം. ഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അള്ളാഹു സുബ്ഹാനഹു വതആല അത്രമാത്രം ധന്യനാണ് എന്ന്. പക്ഷേ ഈ ഒരു ഹദീസിന്റെ പരമ്പരയിൽ പ്രശ്നം ഉണ്ടായി തന്നെ സ്വഹീഹായ കുറെ ഹദീസ് വേറെയും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിലനിന്നതായിട്ട്, അഥവാ ആ സമയം വരെ റസൂലുള്ളാഹ് അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് നിലനിന്നായിട്ട് കാണാം. പക്ഷെ റസൂലുള്ളാഹ് ആ സമയത്ത് ഇശ്റാഖിന്റെ നിസ്കാരം നമസ്കരിച്ചു എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല? സ്ഥിരപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. ചില ഹദീസിൽ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹ് എന്ത് ചെയ്യും? സുബഹി നിസ്കരിക്കും, ഞങ്ങൾ നബിന്റെ കൂടെ ഉണ്ടാവും. നബി നിസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്ത് റസൂലുള്ളായിരിക്കും. ഏതുവരെ? ഉദയം വരെ ഇരിക്കാറുണ്ട്. ഉദയം കഴിഞ്ഞ റസൂലുള്ള ഇറങ്ങിപ്പോരാൻ. ആ റിവായത്തിൽ എന്തില്ല? നബി നമസ്കരിച്ചു എന്നുള്ള പദല്ല, വരില്ല. മാത്രമല്ല അതിന്റെ ബാക്കി ഭാഗം എങ്ങനെയാണ്? നബി ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ഞങ്ങൾ ജാഹിലിയ്യ കാലഘട്ടത്തിലെ പല കഥകളും പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കും. ചില സമയത്ത് റസൂലുള്ള ഞങ്ങളുടെ അരികിൽ വരും, റസൂലുള്ള ചിരിക്കും, റസൂലുള്ള പുഞ്ചിരി തൂകും എന്നൊക്കെ പറയുന്നു. ആ സമയം വരെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു അമൽ അല്ലെ, എന്ന് ഇശ്റാഖിന്റെ നിസ്കാരം ചില ആൾക്കാർ ചോദിക്കും, അത് ഇശ്റാഖിന്റെ ആണോ അത് ളുഹയാണോ? ചില ആളുകൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ ളുഹ നമസ്കാരം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒരു കുന്തത്തിന്റെ അത്ര സൂര്യൻ അങ്ങോട്ട് ഉയർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് നിർവഹിക്കാം. ദുഹാന്റെ സമയം തുടങ്ങുന്നത് അതാണ്. ഏതുവരെ നിർവഹിക്കാം ദുഹ നമസ്കാരം? ലുഹറിന്റെ അല്ലെ, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിനും, അത് ലുഹർ നിസ്കാരത്തിന്റെ നേരാണതിന്റെ മുന്നേ വരെ നിർവഹിക്കാന്നാണ്. ഏറ്റവും അഫ്ളലായ സമയം സൂര്യൻ ചൂട് പിടിച്ചു തുടങ്ങുന്ന സമയമാണ് എന്നാണ് അല്ലെ. മണ്ണിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഒരു ചൂട് വരികയാണെങ്കിൽ അതാണ് ഈ ഒട്ടകക്കൂട്ടങ്ങൾക്ക് ഇങ്ങനെ ചൂട് വരുന്ന അവർ ഞെരിപിരി കൊള്ളുന്ന സമയം. ഇഹീന തർമദുൽ ഫിസാൽ, അതാണ് ളുഹയുടെ ഏറ്റവും നല്ല സമയം എന്ന് റസൂലുള്ളാഹ് പറഞ്ഞു. പക്ഷെ ഒരാൾക്ക് എന്ത് ചെയ്യാം? ളുഹ ശുറൂക്കിന് ശേഷം മുതൽ നമസ്കരിച്ചു തുടങ്ങാം. ഷുറൂക്കിന് ശേഷം നമസ്കരിക്കുന്നത് കൊണ്ട് അതിന് സ്വലാത്ത് ഷുറൂക്ക്, അത് തന്നെയാണ് ളുഹ എന്നാണ് ഭൂരിഭാഗം മുഹദ്ദിസുകൾ എന്ത് ചെയ്തത്? പറയുന്നത്. അതിനെ ളുഹ എന്ന് വിളിച്ചാലും ഇഷ്റാഖ് എന്ന് വിളിച്ചാലും അല്ലെ, അത് ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ ളുഹ തന്നെയാണ് എന്നാണ്. ഏതുപോലെ നമ്മൾ തറാവീനെ പറയാറില്ലേ, തഹജ്ജുദ്, അത് തന്നെയാണത്. വിത്ർ, അത് തന്നെയാണ് ഖിയാമു റമദാൻ, അത് തന്നെയാണ് ഖിയാമുൽ ലൈൽ എന്ന് വിശദീകരിക്കുന്നത് പോലെ ളുഹയെ സംബന്ധിച്ചും ആ ഒരു നമസ്കാരത്തിന്റെ രീതിയിൽ അങ്ങനെ ചർച്ചകളൊക്കെ കാണാം. ഏതായാലും ആ ഒരു നമസ്കാരം നിർവഹിക്കുന്നവൻ ഹജ്ജിന്റെ കൂലി എന്ന് പറയുന്നതിനെ ചില മുഹദ്ദിസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞത് കാണാം. അല്ലാഹു അഅലം. ഇനി സ്വീകാര്യമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അമല് കൂടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബ, നിർബന്ധ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ആരെങ്കിലും പള്ളിയിലേക്ക് പോയാൽ, വഹുവ മുത്തത്വഹിറുൻ, ഒളുണ്ടാക്കി ത്വാഹിറായിട്ട് അയാൾ പോയാൽ, കാന ലഹു കഅജ്രിൽ ഹാജി അൽ മുഹ്രിം, ഇഹ്റാം കെട്ടിയ ഹാജിയുടെ പ്രതിഫലമാണെന്ന്. ആർക്ക്? നിസ്കരിക്കാൻ പോയ ആൾക്ക് ഒതുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയവനാണെങ്കിൽ, അത് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയവനാണെങ്കിൽ
അയാൾക്ക് ലഭിക്കുന്ന കൂലി എന്ന് ചില സ്വഹീഹ് എന്നുള്ള നിലക്ക് മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ച ഹദീസിൽ കാണാം. ഇമാം അബൂ ദാവൂദ്, ഇമാം നസായി ഒക്കെ റിവായത്ത് ചെയ്ത് കാണാം. അതുപോലെ തന്നെ വേറെയും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് ഹജ്ജിന്റെ കൂലി വേണം, എന്റെ കൂടെ ഹജ്ജിന്റെ കൂലി എന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. ഉംറത്തുൻ ഫീ റമളാൻ കഹജ്ജത്തിൻ മഈ. റമളാനിൽ ഒരാൾ ഉംറ നിർവഹിച്ചാൽ അയാൾക്ക് എന്റെ കൂടെ ഹജ്ജ് ചെയ്ത കൂലിയാണ്. അതിപ്പോഴാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഈ ഹദീസ് നമുക്ക് സുപരിചിതമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൻസാരിയായ ഒരു സ്ത്രീ, അൻസാരിയായ ഒരു സഹാബ വനിത നബിന്റെ അരികിലേക്ക് വന്നു. നബിനോട് പറഞ്ഞു, റസൂലേ, എനിക്ക് ഹജ്ജ് ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. ആരോടൊപ്പം? നബി, അങ്ങയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് 2 നാലിഹത്തേ ഉള്ളൂ. അല്ലെ വലന നാലിഹത്താൻ, അഥവാ 2 ഒട്ടകങ്ങളെ ഞങ്ങൾക്കുള്ളൂ. നാലിഹത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അവര് വെള്ളം വെള്ളം കൊണ്ടുപോകാനും അത് കൃഷിയിടങ്ങൾ നനയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ചില ഒട്ടകങ്ങളുണ്ട്, വെള്ളം തേവാൻ വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള 2 ഒട്ടകങ്ങളെ ഞങ്ങൾക്കുള്ളൂ. ഒരു ഒട്ടകപ്പുറത്ത് എൻ്റെ ഭർത്താവും എൻ്റെ മകനും പോവും. മറ്റേ ഒട്ടകം എന്താവണം? ഞങ്ങൾക്ക് കൃഷിയിടങ്ങൾ നനയ്ക്കാനുള്ളതാണ്. വേറെ ഒട്ടകമില്ല. പക്ഷെ എനിക്ക് നബിയെ അങ്ങയുടെ കൂടെ ഹജ്ജ് ചെയ്യാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവര് എന്ത് ചെയ്യട്ടെ, അവരുടെ ഒട്ടകപ്പുറത്ത് പോകട്ടെ. അടുത്ത റമദാനിൽ താങ്കൾ ഒരു ഉംറ നിർവഹിക്കുക. റസൂൽ ഉപദേശിക്കണ ആ സ്ത്രീയെ, ആ റളിയല്ലാഹു അൻഹയെ അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുക്കാൻ, അടുത്ത റമദാനിൽ ഒരു ഉംറ നിർവഹിക്കുക. വഇന്നഹാ തഅദിലു ഹജ്ജതൻ മഈ, അത് എൻ്റെ കൂടെ ഹജ്ജ് നിർവഹിക്കുന്നതിന് സമമാണ് എന്നാണ്. അഥവാ റമദാനിൽ ഹജ്ജ് പഠിപ്പിച്ചു കൊടുത്തതല്ല, റമദാനിൽ ചെയ്യുന്ന ഉംറക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുമെന്നാണ്. എന്ന് കരുതി ഹാജിമാര് ചെയ്ത സഅയിന്റെയും ആ ചലനങ്ങളുടെയും ആ എഫേർട്ടിന്റെയും അത്ര എത്തുമെന്ന് ഒരിക്കലും അള്ളാഹു ആലം നമുക്ക് പറയാൻ സാധിക്കൂല. പക്ഷെ ഒരു ഹാജിയുടെ പ്രതിഫലം അള്ളാഹ് കൊടുക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിച്ചത്. ഇതേ സംഭവത്തെ മുൻനിർത്തി ഇപ്പോ നബിയുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി എന്നുള്ള ഈ ഒരു സംഭവം മാത്രമല്ല, വേറൊരു റിവായത്ത് കാണാം. ഉമ്മു മഅക്കൽ റളിയല്ലാഹു അൻഹ, ഉമ്മു മഅക്കൽ റളിയല്ലാഹു അൻഹ ഇതേപോലത്തെ ഒരു സംഭവം പറഞ്ഞു. എനിക്ക് ഹജ്ജ് ചെയ്യാൻ നല്ല പൂതിയുണ്ട്. ആരോടാ പറയണത്? ഭർത്താവിനോടാ പറയണത്. നിങ്ങൾ ഹജ്ജിന് പോവാണല്ലോ, എനിക്കും ഹജ്ജിന് വരാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോ പറഞ്ഞു, വേറെ വഴിയില്ല, മാർഗമില്ല, ഒട്ടകല്ല, പോവാനുള്ള വാഹനമല്ല. അപ്പൊ പറഞ്ഞു, ഒരു ഒട്ടകമുണ്ടല്ലോ, ജമലക്ക് തങ്ങളുടെ കൂട്ടുകാരന്റെ ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകപ്പുറത്ത് പോവാലോ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒട്ടകം എന്ന് പറയുന്നത് അത് വഖഫ് ചെയ്തതാണ്, അള്ളാന്റെ മാർഗത്തില് അത് വഖഫാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫത്വ ചോദിച്ചു വരും, റസൂലെ, ആ വഖഫ് ചെയ്യപ്പെട്ട ഒട്ടകപ്പുറത്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നാൻ. അപ്പോൾ റസൂല പറഞ്ഞു, അത് വഖഫാണെങ്കിൽ ഫീ സബീലില്ലാ, ഹജ്ജും അള്ളാന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞ റസൂല ഉപയോഗിക്കാന്ന് വേണ്ടി പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി ഒരു കാര്യം കൂടി ചോദിച്ചു, റസൂലെ, റമദാനിലെ ഉംറയെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഹജ്ജത്തിൻ മഈ, അതെന്റെ കൂടെയുള്ള ഹജ്ജിന് തുല്യമാണ്. അപ്പൊ ഈ 2 സംഭവങ്ങളും ആ ഒരു സംഭവത്തിനും എന്താണ് തെളിവാണ്. നമ്മൾ 2-3-4 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി വിശദീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയാണ്, ഒരാള് മൻജഹസ ഗാസിയൻ, ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ ആയുധങ്ങളൊക്കെ എങ്ങനെ കെട്ടിക്കൊടുത്ത് ആയുധങ്ങൾക്കൊക്കെ മൂർച്ച കൊടുത്ത് അയാളെങ്ങനെ വളണ്ടിയറിങ് ചെയ്യുന്ന ഒരാൾ. ഗാസി എന്ന് പറഞ്ഞാൽ ഗാസിൻ, യുദ്ധം ചെയ്യുന്നവനാണ്, ഒരു പടയാളി. ഒരു പോരാളിക്ക് അയാളുടെ ബാണ്ടക്കെട്ട് റെഡിയാക്കി കൊടുക്കല്. ഔ ഹാജൻ, കണ്ടോ, ഔ ഹാജൻ, അല്ലെങ്കിൽ ഒരു ഹാജിക്ക്, ഒരു ഹജ്ജ് ചെയ്യുന്ന ഒരാൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കൽ, അയാൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കൽ. ആ സൗകര്യമൊരുക്കി കൊടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി പറഞ്ഞു, ഔ ഖൽഫഹു ഫി അഹ്ലിഹി ഔ ഖല്ലഫഹു ഫി അഹ്ലിഹി ഔ ഫത്തറ സായിമൻ, അതല്ലെങ്കിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നത്, കാന ലഹു മിസ്ലു ഉജൂരിഹിം, അവർക്ക് അവർ ചെയ്യുന്ന അതേ പ്രവർത്തനത്തിന്റെ പ്രതിഫലം ഉണ്ട്. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈ, അവരുടെ കൂലിയിൽ നിന്നൊന്നും കുറയാതെ തന്നെ അള്ളാഹ് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ്. അഥവാ സമ്പത്തുള്ള ഒരാള് തന്റെ സമ്പത്ത് കൊണ്ട് ഒരാളെ ഹജ്ജ് ചെയ്യിപ്പിച്ചാൽ അയാൾക്ക് എന്തുണ്ട്? അയാൾ ചെയ്ത ഹജ്ജിന്റെ കൂലിയുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് തതവ്വുആയ ഹജ്ജ്, ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ. പിന്നുള്ള ഹജ്ജൊക്കെ എന്താണ്? അൽ ഹജ്ജു മറ ഫമൻ സാദ അലൈഹാ ഫഹുവ തതവ്വുഉൻ. അല്ലാഹു റസൂൽ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഹജ്ജുള്ളൂ. ഇനി ഹജ്ജിനെ അധികരിപ്പിച്ചാൽ അതെന്തായി? അത് ഐച്ഛികമായ ഹജ്ജാൻ. ചില ഫുഖഹാക്കളൊക്കെ പറഞ്ഞു, ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ പോലെ, ഇമാം അബൂ ഹനീഫയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ച് നമ്മൾ കേട്ടതാണ്, ഐച്ഛികമായ ഹജ്ജിനേക്കാളും ഏറ്റവും എനിക്കിഷ്ടം അള്ളാന്റെ മാർഗത്തിലെ സദഖയാണ് എന്നാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ രേഖപ്പെടുത്തിയത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാളെ സഹായിക്കൽ തതവ്വുആയ ഹജ്ജിനേക്കാളും ശ്രേഷ്ഠകരമാണ് എന്നാണ്. അപ്പൊ ഒരാൾക്ക് സമ്പത്തുണ്ട്, അടുത്തൊരു ഹജ്ജിനും വേണ്ടി അയാൾ ഇങ്ങനെ പണവും കെട്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നതിനപ്പുറത്ത് അയാൾ എന്ത് ചെയ്യുക?
വേറൊരാൾക്ക് ഹജ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാളെ സഹായിക്കാനോ അല്ലെങ്കിൽ വേറൊരാളുടെ പ്രയാസങ്ങൾ മാറ്റാനോ ഒരാൾ ഒപ്പം നടക്കുകയാണെങ്കിൽ അത് അയാൾക്ക് ഹജ്ജിന്റെ കൂലി നേടിയെടുക്കാനാകുന്ന പ്രവർത്തനമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ കുറേ മാർഗങ്ങൾ അള്ളാഹുവിന്റെ തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ ഇതൊക്കെ ഓരോ വിശ്വാസിക്കും നേടിയെടുക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചു, മൻ ഗദാ ഇലൽ മസ്ജിദ്, ആരെങ്കിലും പള്ളിയിലേക്ക് പോയി, രാവിലെ പോയി, ലാ യുരീദു ഇല്ലാ യതഅല്ലം ഖൈറൻ ഔ യുഅല്ലിമഹു, ഒരു അറിവ് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു അറിവ് കൊടുക്കാൻ, പഠിപ്പിക്കാൻ, ആ ഒരു ഉദ്ദേശത്തിലാണ് ഒരാൾ പള്ളിയിലേക്ക് പോയതെങ്കിൽ കാന ലഹു കഅജ്രി ഹാജിൻ. എത്ര ഹാജിമാരാണ് നമ്മളെ സദസ്സിലുള്ളത് അല്ലെ? അൽഫുതൈമിലും അതുപോലെ തന്നെ സറൂനിയിലും ഒക്കെ ഉള്ള നമ്മളെ ഇവിടുത്തെ ദർസുകൾ, പ്രിയപ്പെട്ട അതിനൊക്കെ സൗകര്യം ചേർത്ത് കൊടുത്ത ആളുകൾ എത്ര കാലങ്ങളായി നടക്കുന്നത്, എത്ര ഉസ്താദുമാര്, എത്ര ആളുകൾ, എത്ര മുസ്തഫീദീങ്ങള്, അതിന് ഉപകാരമെടുക്കുന്ന ആളുകളൊക്കെയാണ് മലയാളത്തിലുള്ളത്. ഈ മലയാളത്തിലല്ലാത്ത എത്ര എത്ര ദർസുകൾ പള്ളിയിൽ തന്നെ പലതും നടക്കുന്നു. അവിടെ നിന്ന് പോയിരുന്നു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഈ ഉദ്ദേശത്തിലാണ് ഒരാൾ പോകുന്നത്, കാന ലഹു കാജിരി ഹാജിൻ താമൻ ഹജ്ജത്തുഹു. നബിന്റെ വാക്ക, നബി തോടെ അറിയില്ല, അയാൾക്കൊരു ഹാജിയുടെ കൂലിയാണ്, പരിപൂർണമായ ഹാജിയുടെ കൂലി. ഈ ഹദീസ് മറ്റേ ഹദീസിനേക്കാളും ബലിഷ്ഠമാണ്, മറ്റേ ഹദീസിനേക്കാളും ശക്തമാണ്. ഏത് ഹദീസ്? സുബഹി കഴിഞ്ഞ് പള്ളിയിലിരുന്ന് മറ്റേ റക്കാത്ത് 2 റക്കാത്ത് നിസ്കരിച്ച് ഇശ്റാഖിന്റെ 2 റക്കാത്ത് നിസ്കരിച്ച് പോരുന്നതിനേക്കാളും സ്വീകാര്യയോഗ്യമായി പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയ ഒരു ഹദീസും കൂടിയാണ് ഇത് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ വളരെ സൗകര്യങ്ങളുണ്ട്. ആഴ്ചയില് രണ്ട് ഹജ്ജിന്റെ കൂലി വാങ്ങി പോരുന്ന ആളുകളുണ്ട്, അതിനപ്പുറത്ത് കൂലി വാങ്ങി പോരുന്ന ആളുകളുണ്ട്. അള്ളാഹു കൂലി നൽകട്ടെ, പ്രതിഫലം നൽകട്ടെ, നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇനിയൊരു കാര്യം കൂടി ആലോചിക്കുക, ഇതിൽ പറഞ്ഞൊരു വരിയുണ്ട്, അതായത് അറിവ് തേടി പോകുക അല്ലെങ്കിൽ അറിവ് കൊടുക്കാൻ വേണ്ടി പോകുക എന്ന് പറയുന്നത്. നബിന്റെ കാലത്ത് അറിവ് തേടി അടുത്തുള്ള പള്ളിയല്ല, കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ച സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നമുക്കറിയാം. ഒരു ഹദീസിനെ തേടി നാടുകൾ താണ്ടി യാത്രകൾ ചെയ്ത മഹാപണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ കേട്ടവരാ നമ്മൾ. അറിവിന്റെ വിലയെ അവർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്, ദീന് പഠിക്കുന്നതിന്റെ ഫളിലിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അന്ന് അറിവ് തേടി വിദ്യാർത്ഥികളായിരുന്നു നടന്നതെങ്കിൽ ഇന്ന് കാലം മാറി. ഇന്ന് പലപ്പോഴും എന്താണ്, പണ്ഡിതന്മാർ പല നാടുകളിലേക്ക് എന്ത് ചെയ്യുന്നു അല്ലെ, പല നാടുകളിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, എന്നാലും ആൾക്കാരും ചെയ്യൂല, പലയിടങ്ങളിലേക്കും തിക്കിക്കൂടി വരുന്നത് കാണാൻ കഴിയൂല. പലപ്പോഴും പല നാടുകളിലും പല രാജ്യങ്ങളിലും എന്ത് ചെയ്യാം, പണ്ഡിതന്മാർ അറിവും കൊടുത്ത് ഇങ്ങനെ പോകുന്നത് കാണാം. നബിയുടെ കാലത്തായിരുന്നെങ്കിൽ പണ്ഡിതന്മാരുടെ അരികളിലേക്ക് അറിവും തേടി വരുന്ന കാഴ്ചകളായിരുന്നു. അത് നബിയുടെ കാലത്തും സഹാബത്തിന്റെ കാലത്തും അത് കഴിഞ്ഞ് താബികളുടെ കാലത്തും താബികളുടെ കാലത്തൊക്കെ അതാണ്. പക്ഷേ സൗകര്യങ്ങളും എല്ലാവിധ സുഖങ്ങളും കൂടിയപ്പോ അല്ലെ, എത്ര സുന്ദരമായ അമലുകളിൽ നിന്നെല്ലാം ആളുകൾ തെന്നിമാറുന്നതാണ് കാണുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഉദ്ദേശ ശുദ്ധികളെ നന്നാക്കട്ടെ. ഇതുപോലത്തെ ഹജ്ജുകൾ ജീവിതത്തിൽ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട, വല്ലാതെ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ സ്ഥിരപ്പെട്ട സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി സ്ഥിരപ്പെടാത്ത കുറെ സംഭവങ്ങൾ ഇതേപോലെ ഉണ്ട്. കുറെ ആൾക്കാർ ഹജ്ജിന്റെ കൂലി ദ്വഈഫായ ഹദീസിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും എന്ത് ചെയ്യേണ്ടതില്ല. നമ്മൾ അങ്ങനത്തെ അമലുകൾ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ തന്നെ നിർവഹിക്കാൻ തന്നെ ധാരാളം ഉണ്ട്. അല്ലാതെ എനിക്കൊന്നുള്ളത് ഈ സംഭവങ്ങൾ ഇങ്ങനെ ക്രോഡീകരിക്കാൻ നിന്നപ്പോൾ 100 ചില്ല അമലുകൾ സ്ഥിരപ്പെടാത്തത് എന്ത് ചെയ്യുന്നു, പലപ്പോഴും അന്ധവിശ്വാസത്തോടെ അല്ലെങ്കിൽ അറിവില്ലായ്മയോടെ പല ആളുകൾ നിർവഹിക്കുന്നത് കാണാനാകും. പല ഹജ്ജിന്റെ കൂലിയാണ്, തൊട്ടലും നുണഞ്ഞിനും ഹജ്ജിന്റെ കൂലിയാന്ന് പറയുന്നത് കാണാം. പക്ഷെ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ഈ ഹജ്ജിന്റെ കൂലികളെ, പ്രത്യേകിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ ഏറ്റവും നല്ലൊരു കാര്യം നിയ്യത്തായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെ അതിവിശാലമാണ്. ഹജ്ജ് ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്, ഓരോ ബോധ്യങ്ങളാണ്. ഹജ്ജ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറഞ്ഞു ഒരു മദ്രസൻ, കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന മദ്രസൻ. ഇപ്പൊ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹജ്ജ് എന്ന് പറഞ്ഞ പ്രവർത്തനം മറ്റ് അമലുകൾ പോലെ അല്ലല്ലോ, അതിന് ശാരീരികമായ ഒരു ഇബാദത്താണ് അല്ലെ, ഇബാദ ബദനിയ. അതുപോലെ തന്നെ സാമ്പത്തികമായ ഒരു ഇബാദത്ത്. ശാരീരികമായ ഇബാദത്ത് എന്ന് പറയുമ്പോൾ ഏതുപോലെ നിസ്കാരം പോലെ ശാരീരികമായി ചെയ്യാനുള്ളതാണ് അല്ലെ, സഅയ്, റമ്യ്, അതുപോലെ തന്നെ ബലിയർക്കൽ, ഇതൊക്കെ ചെയ്യാനുള്ള ബദനിയായ അല്ലെ, തവാഫ്, അതുപോലെ തന്നെ മിനയിൽ പോവുക, കിടന്നുറങ്ങുക, അല്ലെ മുസ്ദലിഫയിൽ കിടന്നുറങ്ങുക, അതൊക്കെ ശാരീരികമായ അമലാണ്. അതുപോലെ തന്നെ മാലിയായ ഇബാദത്ത്, മാലിയ സമ്പത്ത് ഒഴിക്കാനുള്ള ഇബാദത്ത് അള്ളാഹു പറഞ്ഞു, സക്കാത്ത്. നമ്മൾ പറഞ്ഞ ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കർമ്മങ്ങളെ പോലെയല്ല, ശാരീരികവുമാണ് സാമ്പത്തികവുമാണ്. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ സക്കാത്തിനെ പോലെ. സക്കാത്ത് സാമ്പത്തികമായ ഇബാദത്താണ്, നിസ്കാരം ശാരീരികമായ ഒരു ഇബാദത്താണ്. ഹജ്ജ് ശാരീരികവുമാണ് സാമ്പത്തികവുമാണ്. അത് മാത്രമല്ല കൗലിയായ ഇബാദത്ത് ഉണ്ട്, വാക്കുകൊണ്ട് പറയേണ്ട ചില ഇബാദത്ത്, ദിക്റുകള്, ഷഹാദത്ത്, ഇതൊക്കെ നാവുകൊണ്ട് പറയേണ്ട ഇബാദത്താണ്. അതേപോലെ ഹജ്ജും കൗലിയായ ഇബാദത്ത് അല്ലെ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അതിൽ ആദ്യം തന്നെ ഒരു സാധനം ഉണ്ട്, ലബ്ബൈക
അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ വഹജ്ജൻ എന്ന് പറയുന്ന ഫസ്റ്റിലെ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരു കാര്യം നാവുകൊണ്ട് പറയണം. അപ്പൊ മറ്റുള്ള കർമ്മം പോലെയല്ല, ഇതെന്ത് ചെയ്യണം? നാവുകൊണ്ട് പറയും. ഇപ്പൊ നിസ്കാരത്തിൽ നാവുകൊണ്ട് പറയണം. ഞാൻ എന്താണ് ഉസല്ലി ഉണ്ടോ? അതാണ് റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. ചില ആൾക്കാർ ഇപ്പോഴും ചൊല്ലി പറഞ്ഞു, എന്തെല്ലാം ചൊല്ലി പറഞ്ഞതിന്റെ ഒപ്പം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലാകുമ്പോൾ അതിലെന്തില്ല, കൗലിയായ ഒരു സംഭവം തന്നെയല്ല. പക്ഷെ ഹജ്ജിൽ കൗലിയായ ഒരു എന്ത് ചെയ്യുന്നു പ്രവർത്തനങ്ങൾ അതിൽ വരുന്നു, മാലിയായ സാമ്പത്തികമായി വരുന്നു, ശാരീരികമായി വരുന്നു, മാത്രമല്ല ഫിഅലിയായ പ്രാവർത്തികമായ കാര്യങ്ങൾ. ബദനിയാന്നതിനപ്പുറത്ത് പ്രാവർത്തികം ചില കാര്യം ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ഹജ്ജല്ല, അത് ചെയ്തില്ലെങ്കിൽ ഹജ്ജല്ല. ഏതുപോലെ ഇപ്പോ ആൾക്കാരെ, പല ആളുകളെയും നമ്മൾ സഹായിക്കുക എന്നുള്ളതൊക്കെ പറയുന്നത് നമ്മൾ ഫിഅലിയായി ചെയ്യുന്ന ഇബാദത്താണ്. ആളുകളെ സഹായിക്കുക, അല്ലെ ആളുകളെ സേവിക്കുക എന്നൊക്കെ പറയുന്നത്. ഹജ്ജിലും അതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാനാകും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കല് ഇബാദത്താണ്. ഹജ്ജിൽ അതുമുണ്ട്. ചെയ്യാതിരിക്കുക ഇബാദത്താണ്. ഇപ്പൊ ഉദാഹരണത്തിന് നോമ്പ് കാലത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, അത് പിടിച്ചേക്കേണ്ട കാര്യമാണ്, അതൊരു ഇബാദത്താണ്. വെള്ളം കുടിക്കാതിരിക്കുക ഇബാദത്താണ്, അല്ലേ? പല ഇച്ഛകളുണ്ടാവും, ഭാര്യയുമായി ഉള്ള ഇത് ചെയ്യാതിരിക്കുക, അതെന്താണ്? ഇബാദത്താണ്. ഒരു ഹാജിക്ക് അതുമുണ്ട്. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അതാണ് റസൂൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഭാര്യയുമായുള്ള സംസർഗം അത് പാടില്ല, അതാണ് റസൂൽ പറഞ്ഞതാണ്. ഇങ്ങനെ വലാ റഫസ വലാ ജിദാല അല്ലെ വലാ ഫുസൂക വലാ റഫസ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ കച്ചറ പാടില്ല, ഹജ്ജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയാസം വിളിച്ചറിയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, അല്ലെ? ഇങ്ങനെയുള്ള കുറെ സംഗതികൾ എന്താണ് ഫിഅലിയായിട്ട് എന്താണ് ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ തടയപ്പെട്ട പല കാര്യങ്ങളും ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു പാഠം. ഒരു വെള്ള 2 തുണിയെടുത്ത് ആളുകൾ നടക്കുമ്പോൾ അങ്ങനെ ഓർമ്മ ഉണ്ടാകണം, ഇതേപോലത്തെ വെള്ള തുണിയിലാണ് ഞാനും ഇനി മരണപ്പെട്ട് കിടക്കാനുള്ളത്. തന്റെ കഫം പുടവയെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഹജ്ജ്, അല്ലെ? അറഫ മൈതാനിയിൽ എല്ലാവരും ഇങ്ങനെ തിങ്ങിക്കൂടുമ്പോ ഇതുപോലെ റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് വിളിക്കപ്പെടുന്ന ഒരു മഹ്ശറിൽ സമ്മേളിക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധ്യം. ഇതെല്ലാം ഹജ്ജ് നമുക്ക് നൽകുന്ന ചില പാഠങ്ങളാണ്. ജീവിതത്തിലെ സഫയും മർവയും ഒക്കെ കാണുമ്പോൾ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധികളിൽ ഹാജറിന്റെ ഓർമ്മകളുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ഒരു ഹാജർ ഉണ്ടാകണം, ഹാജർ അലൈഹിസ്സലാം ഉണ്ടാകണം. എന്താണ് പ്രയാസം വരുമ്പോ എന്റെ റബ്ബ് എന്നെ കൈവടിയൂല, ഇതൻ ലാ യുളയ്യിഉന. എന്ത് ദുരിതം വന്നാലും എന്ത് പ്രയാസം വന്നാലും, അല്ലെ? ഒരു കുട്ടീനെയും കൊണ്ട് തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും കുറച്ച് കാരക്കയിട്ട് ഭർത്താവ് തിരിഞ്ഞു നടന്നപ്പോ പല സങ്കടവും പറഞ്ഞിങ്ങനെ വിളിച്ചപ്പോഴും തിരിഞ്ഞു നോക്കാത്ത ഭർത്താവ് അവസാനം ചോദിക്കാൻ അള്ളാഹു പറഞ്ഞതാണോ? അതേ എന്ന് പറഞ്ഞപ്പോ ഇതൻ ലാ യുളയ്യിഉന, എങ്കിൽ അള്ളാഹ് ഞങ്ങളെ കൈവടിയൂല, അള്ളാഹ് ഞങ്ങളെ വിടൂല. അതൊരു ഉറച്ച തീരുമാനമാണ്, അതൊരു തവക്കുലാണ്. അള്ളാഹുവിൽ കാര്യങ്ങളെ പരമേൽപ്പിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ തൗഹീദിന്റെ ബാലപാഠങ്ങളാണ്. അത് ഹാജർ അലൈഹി സ്വലാമിന്റെ ഈ സഫയും സഈ ചെയ്യുമ്പോൾ, സഈ എന്ന് പറഞ്ഞാൽ എത്ര? 7 ആണ്, അല്ലെ? ഹജ്ജിന്റെ കർമ്മതൊക്കെ 7 ആക്കാറ്. ഏറു 7, തവാഫു 7, സഈയും 7. ഈ 7 എന്ന് പറയുന്നത് പലപ്പോഴും അറബികൾ ആജിക്കത്തിന് ഉപയോഗിക്കുന്നതാണ്. കുറെ എന്നുള്ളതിന് എന്ത് ചെയ്യാറുണ്ട്? 7 എന്ന് പറയും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മുനാഫിക്ക് മരിച്ചില്ല മദീനയില്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. അയാൾ മരിച്ചപ്പോൾ അയാളുടെ ഖബറിന്റെ അടുത്ത് റസൂലുള്ളാഹി പോയി നിന്നു. അള്ളാഹ് ആയത്തിറക്കി, വലാ തഖും ഫീ ഖബരിലെ, ഖബറിന്റെ അടുത്ത് ഇനി പോയി നിൽക്കരുത്. മുനാഫിക്കുകൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? അവരടുത്ത് പോകണ്ട. കാരണം ലൗ ഇസ്തഗ്ഫർത ലഹും 70 മറ, അള്ളാഹ് ആയത്തിറക്കാൻ 70 തവണ നീ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാലും അള്ളാഹ് എന്ത് ചെയ്യൂല? അവരുടെ പശ്ചാത്താപം സ്വീകരിക്കൂല, ആ മഗ്ഫിറത്ത് അള്ളാഹ് അവർക്ക് കൊടുക്കൂല എന്നാണ്. അപ്പൊ 70 എന്നുള്ളത് അത് കറക്റ്റ് 70 അല്ല, 71 പറഞ്ഞാൽ കിട്ടോ? അല്ല, അത് എത്ര എന്നുള്ള അർത്ഥത്തിൽ 70 സൂചിപ്പിച്ചു. ഇപ്പൊ ചില ഹദീസിലൊക്കെ കാണാം, ഞാൻ ദിവസവും നിത്യേന 70 തവണ അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നു? ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. 70 വേറെ ചില റിവായത്തിൽ 100 തവണ എന്നും പറഞ്ഞു. അപ്പൊ ഈ 70 മുഹദ്ദിസുകൾ വിശദീകരിച്ചു, അത് കസ്റത്താണ്, ആധിക്യത്തെ സൂചിപ്പിക്കാൻ അറബികൾ ഉപയോഗിക്കുന്നതാണ് 7ഉം 70ഉം ഒക്കെ. 7ഉം 70ഉം. ഈ 7 എന്ന് പറയുന്നത് ഇപ്പൊ സഫാ മർവയിൽ ഹാജർ അലൈഹിസ്സലാം കേവലം 7 തവണ മാത്രമല്ല എന്നാണ്, ഒരുപാട് തവണ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ കയറുകയും അതിൽ ഇറങ്ങുകയും ചെയ്തു എന്നാണ്. ഒരു ഇറ്റു വെള്ളം കിട്ടാൻ, അതല്ലെങ്കിൽ ഒരു ആരെങ്കിലും കണ്ടെത്താൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായത്തിന്റെ കരസ്പർശം എവിടുന്നെങ്കിലും ലഭിക്കാൻ അവർ പ്രതീക്ഷയിൽ, അള്ളാഹ് ആരെയെങ്കിലും വരുത്തുമെന്ന ചിന്തയിൽ, റബ്ബൊരിക്കലും കൈവടിയില്ല എന്ന അങ്ങേയറ്റത്തെ ആ ഒരു തവക്കുലിൽ അവർ നടക്കണം. ചില സഹായം കിട്ടണമെങ്കിൽ അവിടെ കയ്യും കെട്ടിയിരുന്നാൽ പോരാ, അതിനെന്ത് ചെയ്യണം? അല്ല, അതിൽ മനുഷ്യർ ചെയ്യേണ്ട ചില എഫേർട്ടുകളുണ്ട്. അത് പഠിപ്പിക്കുന്നതാണ് എന്ത്? ഹജ്ജ് എന്ന് പറഞ്ഞത്. ഏതുപോലെ കിളികൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കും, ത്വയ്റുകൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കും. അവരവരുടെ വീടുകളിൽ നിന്ന് ഒട്ടിയ വയറുമായിട്ട് ഇറങ്ങണം. ഇറങ്ങാതെ അവിടെ ഇരുന്നാൽ എന്താവൂല? റിസ്ക് വരൂല. എന്നിട്ട് അവര് തിരിച്ച് ഹിമാസ, അല്ലെ? അവര് ഇറങ്ങുമ്പോ ഹിമാസാൻ, പിന്നെ ബിത്താന,
അവര് നിറഞ്ഞ നിറവയറുകളുമായിട്ടാണ് ഓരോ പക്ഷി കുഞ്ഞും എന്ത് ചെയ്യുന്നത്, അവരുടെ കൂടുകളിൽ അന്തിയുറങ്ങുന്നതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഈ എന്ന പാഠം പഠിപ്പിക്കുമ്പോൾ അവർ തവക്കലിനെ ഓർമ്മിപ്പിക്കും. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിമിന്റെയും ഓർമ്മകൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ തളം കെട്ടി നിൽക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ മാധുര്യവും ഒക്കെ പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയൊരു മദ്രസയാണ്, ഒരു പാഠശാലയാണ് ഹജ്ജ് എന്നുള്ളത്. അവിടെ നമുക്ക് മനസ്സിലാകും. നമ്മൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ഒരു ഹജ്ജിന് മാത്രം പറയാനുള്ളതല്ല, ജീവിതത്തിൽ എപ്പോഴും പറയാനുള്ള വാക്കാൻ. അള്ളാഹ് നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം, അല്ലേ? അത് നമസ്കാരമായാലും അള്ളാഹിന്റെ കൽപ്പനകൾ പലതുണ്ട്, അതിനെ മാനിക്കണം. അള്ളാഹു അക്ബർന്ന് ജീവിതത്തിൽ നമ്മൾ പറയും, പക്ഷെ എല്ലാത്തിലും അള്ളാഹു അക്ബർ ആവണം. നമ്മളെ തീരുമാനമല്ല വലുത്, നമ്മളെ ഇഷ്ടമല്ല വലുത്, നമ്മുടെ ആഗ്രഹമല്ല. അത് വേഷായാലും നമ്മുടെ സംസാരങ്ങളായാലും നമ്മുടെ ജോലിയായാലും നമ്മുടെ പ്രവർത്തനങ്ങളായാലും നമ്മുടെ ആഘോഷങ്ങളായാലും, ഏതാഘോഷ കല്യാണമായാലും ഇനി കുട്ടി പിറന്നാലും ഒക്കെ എല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചാവണം, അല്ലേ? ലബ്ബേ നിന്റെ തീരുമാനം, റബ്ബേ നീ കൽപ്പിച്ച നിന്റെ കൽപ്പന, അതിനപ്പുറത്തേക്ക് ഞാനില്ല എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിപ്പിക്കാനും ഹജ്ജ് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ജംറയിൽ 7 തവണ എറിഞ്ഞാൽ മതി, നിന്റെ വക ചെയ്താൻ ഒന്നും കൂടി 8 വേണോ? ഇല്ല. നബി പഠിപ്പിച്ച എത്ര? 7. അവിടെ നിൽക്കണം. അത് വലിയ കല്ലെടുത്ത് എറിയണോ? ഇല്ല. നബിയുടെ മാതൃകയാണ്. കുഞ്ഞു കല്ല് എന്നാണ്, വളരെ ചെറിയ നിസാരമായ ജംറ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ചരൽക്കല്ല് എന്നാണ്. ജംറത്ത്, അല്ലേ? ഒരു കല്ല്, ഒരു ചെറിയ കുഞ്ഞു കഷ്ണം കല്ലിനാണ് പറയാ. അത് 7ആണ്. അത് എറിയേണ്ട രീതി റസൂലുള്ളാഹി പറഞ്ഞു. ആദ്യം അവിടെ മിനയിൽ, അല്ലെ, അർഫയിൽ നിന്ന് വന്നു കഴിഞ്ഞാല്, അല്ലെ, മിനയിൽ അർഫയും കഴിഞ്ഞ് മുസ്ദലിഫയിൽ നിന്ന് രാപ്പാർത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവര് മിനയിലേക്ക് വരാൻ, എന്താണ്, സൂര്യൻ നേരം പുലർന്നതിന് ശേഷം. അങ്ങനെ ആദ്യം പോകുന്ന ഇടം മിനായിലേക്കാണ്. ആ മിനായിലേക്ക് പോയിട്ട് അവിടെ കല്ലെറിയ, മിനായിൽ നിന്ന് ജംറത്തുൽ അഖബയിൽ പോയി കല്ലെറിയണം. യൗമുന്നഹറിൽ ആ ഏറ് മാത്രമേ ഉള്ളൂ. യൗമുന്നഹറിൽ 7 ഏറ് ആദ്യം അവിടെ ജംറത്തുൽ അഖബ പോണ വഴിക്കാണ് ജംറത്തു ദുന്യ. അതെല്ലാം എടുത്ത് ഞാൻ ആദ്യം അവിടെ പോയി എറിയട്ടെ അന്ന് പറ്റുമോ? ഇല്ല. ആദ്യം അഖബയത്തിന്. കാരണം നബി കാണിച്ചെന്ന രീതി അതാണ്. നബി അനുസരിക്കുക, സുന്നത്ത് എന്ന സംഗതി, അല്ലേ? അഥവാ അള്ളാഹിനനുസരിക്കുക, നബിനനുസരിക്കുക. ഈ പാഠം പഠിപ്പിക്കുന്നതാണ് ഹജ്ജ്. ആ പാഠം, അല്ലെ? ചില ആൾക്കാർക്ക് ഇതൊന്നും എന്തല്ല ബാധകമാവൂല, ഹജ്ജും ചെയ്തു പോരും, പക്ഷെ ജീവിതത്തിൽ നബി പറഞ്ഞൊന്നും ഉണ്ടാവൂല എങ്കിൽ എത്ര വിരോധാഭാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. ഏതൊരു കാര്യം നബി പഠിക്കും, അല്ലെ? അള്ളാഹ് പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഇതിന്റെ നുസുക്കുകളെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞു. പിറ്റേ ദിവസത്തെ ഏറും അതേപോലെ അല്ലേ? പിറ്റേ ദിവസം ആദ്യം എവിടെ എറിയണം? ജംറത്തു അദ്ദുനിയയിൽ എറിയും, അഥവാ ജംറത്തു അസ്സുഗറ, പിന്നെ ജംറത്തുൽ വുസ്ത, പിന്നെ ജംറത്തുൽ അഖബ. ഇതിങ്ങനെ ആദ്യം നമ്മളിങ്ങനെ പോയി നോക്കി, ആദ്യം തിരക്കില്ലാത്ത ജംറത്തുൽ അഖബയാണ്, എന്നാ അവിടെ പോയി അറിയാം. അങ്ങനെയാണ്. അല്ല, നബി കാണിച്ചെന്ന രീതി, ആ രീതിയെ അനുധാവനം ചെയ്യുക എന്ന പാഠം പഠിപ്പിക്കുന്നതാണ് ഹജ്ജ്. അതിനപ്പുറത്തേക്കൊന്നില്ല. എന്റെ ജീവിതത്തിൽ അള്ളാന്റെ റസൂല് പറഞ്ഞെന്നോ, അതാണ് എന്റെ ജീവിത രീതി, അല്ലെ? ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന്റെ ഇച്ഛ, അള്ളാഹുവിന്റെ തീരുമാനം, അവന്റെ കൽപ്പന, അല്ലാതെ എന്റെ ഇംഗിതമോ എന്റെ ആഗ്രഹമോ എന്റെ ഇച്ഛയോ അല്ല. ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞു. മുസ്ലിമായി ആ ഒരു ഇസ്തിസ്ലാമിനെ, കീഴൊതുക്കലിനെ, ഒരു മുസ്ലിം ആവുക എന്നുള്ള വലിയ പാഠം പഠിപ്പിക്കുന്ന ദിവസങ്ങളാണ് ഹജ്ജെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഹജ്ജിന്റെ ദിനങ്ങൾ എന്റെയും നിങ്ങളുടെ ഈമാനിനെ ശക്തിപ്പെടുത്തട്ടെ, അല്ലെ? അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാനും റബ്ബിന്റെ കൽപ്പനകളെ മാനിക്കാനും ബഹുമാനിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അറിവില്ലായ്മകൾ കൊണ്ട് ജീവിതത്തിൽ വരുന്ന തിന്മകൾ അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ, അല്ലെ? ഓരോ അമലുകൾക്ക് ഇന്ന പ്രതിഫലം, ഇന്നാൾ ഈ ഹാജിയെ പോലെ, ഒരു മുത്തമിറിനെ പോലെ എന്നൊക്കെ പറയുമ്പോഴും ജീവിതത്തിൽ ചെയ്ത കുറേ അമലുകളുണ്ട്. ചിലപ്പോൾ ഇതിന്റെ ഫളിൽ തിരിച്ചറിയുന്നതിന്റെ മുന്നേ ചെയ്തു വെച്ചതൊക്കെ ഉണ്ടാവും. അള്ളാഹു നമുക്ക് എല്ലാവിധ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ ഇതുപോലത്തെ കർമ്മങ്ങളിലേക്ക് സജീവരാകാനുള്ള ആരോഗ്യവും അതിനുള്ള ഉന്മേഷവും അതിലേക്കുള്ള ആവേശവും അള്ളാഹു നമ്മളിൽ നിലനിർത്തി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പോരായ്മകൾ, നമ്മുടെ തിന്മകൾ വിട്ടു പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. അറഫായിൽ തിങ്ങിക്കൂടിയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചൊരിയുമ്പോൾ ആ അറഫാ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ച് റബ്ബിന്റെ മഗ്ഫിറത്ത് നേടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, കഴിഞ്ഞ വർഷവും വരാനിരിക്കുന്ന വർഷത്തിലെയും പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആ ഒരു നോമ്പ് നിമിത്തമാണെന്നാണ്. അള്ളാഹു നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കട്ടെ, നമ്മുടെ സക്കാത്തുകൾ സ്വീകരിക്കട്ടെ, നമ്മുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കട്ടെ, നമ്മുടെ ഹജ്ജും നമ്മുടെ ഉംറകളും അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലീകരിച്ച് നൽകട്ടെ. നല്ല നല്ല സതുദ്ദേശങ്ങൾ പലതും മനസ്സിലുണ്ട്, ചിലപ്പോൾ ചെയ്യാൻ കഴിയണമെന്നില്ല. അള്ളാഹുവെ നീ നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.